ഉദാഹരണം പറയാണ്, തലയിൽ നിന്ന് അല്പം മാത്രം തടവിട്ടുള്ള ആൾ ഉണ്ടാക്കണം സമയത്ത്. അങ്ങനെ അയാൾ വേണ്ടിട്ടുണ്ട് ഒരു അന്യ പെണ്ണിനെ തൊടും ചെയ്ത് നിങ്ങൾ പിന്നെ മുമ്പ് നിസ്കരിക്കുക. ഇപ്പൊ ആ നിസ്കാരത്തിനെ കുറിച്ച് ഏതെങ്കിലും ഒരു ഇമാം സഹിയാന്ന് പറയോ? സഹിയെന്ന് പറയില്ല. ഹനഫി ഇമാം പറയും ആ നിസ്കാരം സഹിയല്ല എന്ന് പറയും. എന്താ കാരണം? അയാളെ ഒരു സഹിയായിട്ടില്ല, അത് തലയിൽ നിന്ന് അല്പം മാത്രമേ തടവിയിട്ടുള്ളൂ, അയാളെ ഒരു സഹിയായിട്ടില്ല ഹനഫി ഇമാം. ഷാഫി ഇമാമും പറയും ഓന നിസ്കാരം സഹിയല്ല, അവൻ അന്യ പെണ്ണെ തൊട്ടുക്കണെന്ന്, ഓൻ കൊതില്ല എന്നറിയും. ഷാഫി ഇമാമിന്റെ അടുക്കൽ ഉള്ള അല്പം തടവിയാൽ മതിയില്ലേ? പക്ഷെ ഷാഫി ഇമാമിന്റെ അടുക്കലെ ഓന്റെ ഒരു മുറിഞ്ഞ അന്യ പെണ്ണെ തൊട്ടുക്കണ്. ഹനഫി ഇമാമിന്റെ അടുക്കലാണെങ്കിൽ ഓന്റെ ഒന്നും സഹിയായിട്ടില്ല, അവൻ തലയിൽ നിന്ന് അല്പം തടവിയിട്ടുള്ളൂ. അപ്പൊ അതാണ് ഒരു ഇമാമും അവന്റെ നിസ്കാരം ശരിയല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുക, അത്രേ ഉള്ളൂ. അതല്ലാതെ ഒതുണ്ടാക്കാൻ സമയത്ത് ഞാൻ ഹനഫി മദ്ഹബ് പ്രകാരം ഒതു ചെയ്യുന്നു, നിസ്കരിക്കുന്ന സമയത്ത് ഞാൻ ഹനഫി മദ്ഹബ് പ്രകാരം നിസ്കരിക്കുന്നു, അങ്ങനെ പ്രത്യേക നിയ്യത്ത് വെക്കുകയോ അതിന്റെ ആവശ്യമില്ല, പ്രത്യേക തഖ്ലീദിന്റെ ആവശ്യവും ഇല്ല. അങ്ങനെയല്ലേ സാധനം ഞാൻ പറഞ്ഞു. നമ്മൾ പറയാറ് നമ്മളൊരു ഒതു ചെയ്തു, ഉദാഹരണം തലയിൽ നിന്ന് അല്പം മാത്രമേ തടവിട്ടുള്ളൂ ഒരാള്, എന്നാ പിന്നെ ആൾ എന്ത് ചെയ്യരുത് ഇനി? അപ്പൊ ഷാഫി മദ്ഹബ് അനുസരിച്ച് ഷാഫി മദ്ഹബ് അനുസരിച്ച് മാത്രമാണ് പാന്റെ ഒരു സഹിയായിട്ടുള്ളത് അല്ലേ? തലയിൽ നിന്ന് അല്പം മാത്രം തടവിട്ടുള്ളൂ. ഹനഫി മദ്ഹബ് പ്രകാരമാണ് ഈ മുർദാവിന്റെ ഖദ്ർ, പിന്നെ തലയിന്റെ 4 ഭാഗമെങ്കിലും തടവണം. ഹംബലി മദ്ഹബ് പ്രകാരം തല മുഴുവൻ തടവണം, എന്നാലും സഹിയാവുള്ളൂ. അല്പം മാത്രം തടവിയ അപ്പൊ ഷാഫി മദ്ഹബ് പ്രകാരമാണ് പോന്റെ സഹിയായിട്ടുള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യരുത്? ഷാഫി മദ്ഹബ് പ്രകാരം മുറിയുന്ന കാര്യവും ചെയ്യരുത്. ഷാഫി മദ്ഹബ് പ്രകാരം അവന്റെ നിസ്കാരം സഹിയാവുകയും വേണം. അതാ നേരെ മറിച്ച് ഇപ്പൊ അവനെന്ത് ചെയ്തു? അവന് ഒന്നും ചെയ്യുമ്പോൾ എല്ലാ സുന്നത്തും പരിഗണിച്ചുകൊണ്ടാണ് ഒന്നുണ്ടാക്കിയത്. നമ്മുടെ മദ്ഹബിൽ എല്ലാ സുന്നത്തും എടുത്തിട്ടാണ് അവൻ ഒന്നുണ്ടാക്കി. ബിസ്മി ആദ്യം പിന്നെ കൈ കഴുകുന്ന സമയത്ത് ബിസ്മിയൊക്കെ ചൊല്ലിക്കുന്നത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒക്കെ ശരി പറഞ്ഞിട്ടാണ് അവൻ കൈ കഴുകുന്നത്. അങ്ങനെ എന്ത് ചെയ്തു? പിന്നെ വാലുവെള്ളം കുപ്പിച്ച് മുക്കിവെള്ളം കയറ്റി ചീറ്റിയൊക്കെ ചെയ്ത് മുഖം കഴുകി 2 കൈകളും കഴുകി വെറും വെള്ളം ഒലിപ്പിക്കുക മാത്രമല്ല ആ കഴുകപ്പെടുന്ന അവയവത്തിന്റെ മേലെ അവന്റെ കൈ ഒന്ന് അർത്ഥം ചെയ്തിക്കണം. എന്നുവെച്ചാൽ തേച്ചിറക്കാന്നറിയില്ല നമ്മള്, അതും ചെയ്തിക്കണം. വെറും വെള്ളം ഒലിപ്പിക്കുക മാത്രമല്ല ആ ഒലിപ്പിക്കുന്ന സ്ഥലത്ത് അവന്റെ കൈ നടത്തുകയും ചെയ്തിരിക്കുന്നു, തല മുഴുവൻ അവൻ തടവുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ എല്ലാ സുന്നത്തും അവൻ എന്ത് ചെയ്തു? ഒരു ഒന്നും ചെയ്തു. ഇനിയിപ്പോ അവനക്ക് പിന്നെ അല്ലേ ഇനി അഥവാ ഞാൻ എന്ത് ചെയ്തു? ഒരു പെണ്ണിനെ തൊട്ട് നിൽക്കല്ലേ, ഒരു അന്യ പെണ്ണിനെ തൊട്ട്. അപ്പൊ ഷാഫി മദ്ഹബ് പ്രകാരം അവന്റെ ഒളു മുറിഞ്ഞില്ലേ? പക്ഷെ അതേസമയത്ത് ഓൻ തഖ്ലീദ് ഞാൻ ഹനഫി മദ്ഹബ് പ്രകാരമാണ്. അപ്പൊ ഹനഫി മദ്ഹബ് പ്രകാരം അവൻ പിന്നെ അന്യ സ്ത്രീയെ തൊട്ട ഒളു മുറിയില്ല. എന്നാലും അവന്റെ ഹനഫി മദ്ഹബ് പ്രകാരം അവന്റെ ഒളു സഹിയാവുകയും ചെയ്തിട്ടുണ്ട്, തല ഒക്കെ ശരിക്കും തടഞ്ഞിട്ടുണ്ട്, മുഴുവൻ തടഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ അതാണ്. അപ്പൊ ആ രീതിയിലാവണം, അതാണ് ഈ പറഞ്ഞത്. അതല്ലാതെ ഓരോ അമൽ ചെയ്യുമ്പോൾ ഞാൻ ഒരു പ്രകാരമാണ് തഖ്ലീദ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിട്ടല്ലേ പറഞ്ഞത്. അത് വേണ്ട. സഹോദരൻ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഉസ്താദെ, എന്റെ കാലുവേദന മാറാൻ ദുആ ചെയ്യണം. 3 വർഷമായി വേദന മാറിയൊന്ന് ഇപ്പോൾ വീണ്ടും തിരിച്ചു വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ പ്രദാനം ചെയ്യട്ടെ. അതൊക്കെ എല്ലാവർക്കും ഉള്ള വിഷയമാണ് പറക്കല്ലേ. കാലുവേദന, മുട്ടുവേദന, അതൊക്കെ ഒരു പ്രായം അങ്ങനൊക്കെ ഉണ്ടാവും. അതിപ്പോ എന്താണ് പറച്ചില്? ഒരു യൂറിക് ആസിഡ് അല്ലെ, അത് 6-നേക്കാളും കൂടുതലാണെങ്കിൽ പിന്നെ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത്. ഏതായാലും ശരി, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. അങ്ങനെ പല ആളുകൾക്കും ആ അസുഖമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ആ അസുഖം മാറ്റി തരട്ടെ, പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുവിന്റെ ത്വാഅത്തിലായിക്കൊണ്ട് സ്വഹത്തോടുകൂടി ആഫിയത്തോടുകൂടിയുള്ള ദുആ പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഉംറയുടെ ഫിദിയ ആട് മക്കയിൽ അറക്കണം എന്നുണ്ടോ? അവിടെ അറുത്താൽ ഇറച്ചി പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? മക്കയിൽ ആവണമെന്നില്ല, ഹറമിലായിരിക്കണം. ഹജ്ജ് ഉംറയോടനുബന്ധിച്ച അറവുണ്ടല്ലോ, അതിന്റെ ഫിദിയായിട്ട് മറ്റുള്ള സംബന്ധമായ അറവുകളൊക്കെ, ഹജ്ജ് ഉംറയോടനുബന്ധിച്ച അറവുകള്, ആ അറവ് ഹറം പ്രദേശത്തായിരിക്കണം. ഹറം പ്രദേശത്തായിരിക്കണം, അത് നിർബന്ധമാണ്. മക്കന്റെ പുറത്തുകൊണ്ട് ഹറം. ഇപ്പോ
മുസ്ദലിഫ, മിന അതൊക്കെ എന്താണ്? ഹറമാണ് അല്ലേ? അപ്പൊ ഹറം ആയിട്ട് പരിഗണിക്കപ്പെടുന്ന ആ സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലത്തിന്റെ ഉള്ളിലായിരിക്കണം അറവ്. അവിടെ അറുത്ത് അതിന്റെ മാംസത്തിനെ പുറത്ത് കൊണ്ടുപോവുക ചെയ്യും. അതൊന്നും ഇതൊന്നുമില്ല. അതിന്റെ അവകാശികൾക്ക് അതിന്റെ അത് വാങ്ങേണ്ടുന്ന അവകാശികളുണ്ട്. ആ അവകാശികൾക്ക് എന്ത് ചെയ്തു? കൊടുത്തു. അവർക്ക് പിന്നെ ഇഷ്ടം അത് അവർക്ക് വിൽക്കാക്കി കൊടുക്കുകയാണ്. അവർക്ക് അത് ഇഷ്ടങ്ങൾ പുറത്ത് കൊണ്ടുപോവുകയെ അവർ എത്തുന്ന വെച്ച് കഴിക്കുക എന്ത് ചെയ്യാം. പിന്നെന്താണ്? നിങ്ങൾ തന്നെ അർത്ഥ മൃഗാണെങ്കിലോ അതായിരിക്കും ചിലപ്പോ ചോദ്യമല്ലേ? അങ്ങനെ ആയിരിക്കും. നിങ്ങളുടെ ഉംറയോടനുബന്ധിച്ച് അറവാണ് നിങ്ങൾ നടത്തിക്കുന്നത്. എന്നാലത് അത് നിങ്ങൾക്ക് എടുക്കാനല്ല പാടില്ല. ഇതിന് വാജിബായ അറവാകുമ്പോ ഫിദിയാവുമ്പോ വാജിബാണ്, നിർബന്ധമായതാണ്. അപ്പൊ അതിൽ നിന്ന് ആ ഉംറ നിർവഹിച്ച ആൾക്കോ അയാൾക്ക് അല്ലെങ്കിൽ ആര് ചെലവ് കൊടുക്കാൻ നിർബന്ധമുള്ളവർക്കോ അതിന് തീരെ എടുക്കാൻ പാടില്ല. അത് മുഴുവൻ പിന്നെ മറ്റുള്ള ആളുകൾക്ക് നൽകേണ്ടതാണ്. മറ്റുള്ള ആളുകൾക്ക് നൽകി എന്നാൽ അവർക്ക് മിൽക്കാക്കി കൊടുക്കുകയാണ്. പിന്നെ അത് പുറത്തു കൊണ്ടുപോവുകയോ അവർക്ക് എന്താണ് ചെയ്യാവുന്നതാണ്. ഇമാമിനെ തുടർന്ന് ഫസ്റ്റ് റക്അത്തിൽ ഫാത്തിഹ കിട്ടിയില്ല, രണ്ടാം റക്അത്തിൽ ഈ കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യാൻ? ഇമാമിന് ഫസ്റ്റ് റക്അത്തിലും മസ്ബൂഖാണ്. എന്നുവെച്ചാലും ഇയാൾ ഇമാമിനോട് തുടർന്നു. ശ്രദ്ധിക്കണം, ഇയാൾ ഇമാമിനോട് തുടർന്ന ആ റക്അത്തിൽ ഇയാൾ ഫാത്തിഹ പൂർത്തിയാക്കുന്നതിന് മുമ്പായിട്ട് ഇമാം റുക്കൂഅ് ചെയ്തു നിൽക്കുക. എന്നാൽ അയാളുടെ ഫാത്തിഹയിൽ നിന്ന് ബാക്കിയുള്ളതുണ്ടല്ലോ അത് ഇമാം ചുമക്കും. അയാൾക്ക് ആ ഫാത്തിഹ പൂർത്തിയാക്കേണ്ടതില്ല, നിർബന്ധമില്ല. പക്ഷെ അവിടെ എന്ത് വേണം? ഇയാൾ സുന്നത്തിൽ ഏർപ്പെടുത്തും. ഇബ്രത്തിനെല്ലാം കിട്ടിയ ശേഷം സുന്നത്തിൽ ഏർപ്പെടരുത്. വജ്ജഹ് തോടാൻ നിൽക്കരുത്, അഴവ് തോടാൻ നിൽക്കരുത്. അയാളെ പിന്നെ ഇമാമിനോട് കൂടി ഫാത്തിഹ പൂർത്തിയാക്കാൻ സാധിക്കൂല എന്നുള്ള അങ്ങനെയുള്ള ആളാണ്. ഇമാം റുക്കൂഇലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് വജ്ജഹത്ത് കോതി പിന്നെ അഴവൊക്കെ ചെല്ലിയാൽ ഫാത്തിഹ പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കുന്ന ആളാണ്. എന്നാൽ പിന്നെ ആളും ചെയ്യാൻ പാടില്ല, ആൾ വജ്ജഹത്ത് തോടാൻ പാടില്ല. അതുപോലെ തന്നെ ഈ വേഗം ഫർദിലേക്ക് കടക്കണാണ്. അപ്പൊ വേഗം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അങ്ങനെ ഫാത്തിഹയിലേക്ക് കടക്കണം. ബിസ്മില്ലാഹി മുതൽ ഫാത്തിഹ തുടങ്ങുക. അത് പൂർത്തിയാണതിന് മുമ്പായിട്ട് ഇമാം റുക്കൂഅ് ചെയ്തു നിൽക്കുക. എന്നാൽ പിന്നെ വേണ്ട, ആ ഫാത്തിഹ പൂർത്തിയാക്കേണ്ടതില്ല. അയാളും ഇമാമിനോട് കൂടെ റുക്കൂഇലേക്ക് പോവാം. അപ്പൊ ആരുടെ ഫാത്തിഹന്റെ ബാക്കിയുള്ളതോ അത് ഇമാം ചുമക്കുന്നു. നേരെ മറിച്ച് അയാൾ കുറച്ച് പിന്നെ ഒരു അഴുത് ഓതിയിരുന്നത്, അയാൾ അഴുത് ഓതി വജ്ജത്ത് ഓതിയിട്ടുണ്ട്. അയാൾ അഴുദില്ലാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അങ്ങനെ അയാൾ അഴുത് ഓതിയതിനു ശേഷമാണ് അയാൾ ഫാത്തിഹയിലേക്ക് പ്രവേശിച്ചത്. അപ്പൊ ഇമാം റുക്കൂഇലേക്ക് പോയ അത്ര പ്രശ്നമില്ല. ആ അഴുദിന്റെ ഖദ്ർ ഫാത്തിഹയിൽ നിന്ന് അവൻ ഓതിയതിനു ശേഷമേ അവൻ റുക്കൂഅ് ചെയ്യാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ പിന്നെ മാലികി യൗമിദ്ദീൻ എന്ന് പറഞ്ഞപ്പോഴാണ് ഇമാം റുക്കൂഇലേക്ക് പോയത്. ആരാണ് ഈ ധരിക്കുന്നത്? ഈ ബുസരിക്കുന്ന ആൾക്കാരത് ഞാൻ വേഗം മാറ്റുള്ളൂ. പിന്നെ ഞാൻ ക്ലോസ് ചെയ്ത് ഞാൻ പ്രവേശം ഇത് ഞാനൊരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കില്ലേ, ഒരാളിതിന് അതിന്റെ ഇടയിൽ ഇങ്ങനെ ബുസരിച്ചതിന്റെ ശ്രദ്ധ കണ്ടുപോയില്ലേ? ഞാൻ ബുസരിക്കുന്ന ആൾക്കാരോട് ഞാൻ ശ്രദ്ധിക്കൂലേ? ഞാൻ അത് ബുസരിങ്ങനെ കണ്ട ഉടനെ അതിനെ ക്ലോസ് ചെയ്യുള്ളൂ. അപ്പൊ പോട്ടെ. തന്റെ നമ്മൾ പറഞ്ഞത് എന്തെങ്കിലും നമ്മുടെ വിഷയം അതെ. മാലികി യൗമിദ്ദീൻ എന്ന് പറഞ്ഞ സമയത്താണ് ഉദാഹരണം പറയാണ്ടോ ഒരാള് എന്ത് ഇമാം റുക്കൂഇലേക്ക് പോയത്. മാലികി യൗമിദ്ദീൻ ഇയാൾ പറഞ്ഞ സമയത്താണ് പിന്നെ ഇമാം റുക്കൂഇലേക്ക് പോയത്. അയാളാണെങ്കിലോ അറുപത് ഓതിയതിനു ശേഷമാണ് ഫാത്തിഹ ഓതിയത്. അപ്പൊ അത് മാലികി യൗമിദ്ദീൻ മാത്രം പറഞ്ഞിട്ട് റുക്കൂഇലേക്ക് പോകരുത്. അറുപതിന്റെ ഒരായത്തും കൂടെ ഓതുക ഫാത്തിഹയിൽ നിന്ന്. മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ആ ആയത്തും കൂടെ ഓതിയതിനു ശേഷം അവൻ എന്ത് ചെയ്യാം? റുക്കൂഇലേക്ക് പോവാം. എന്ന് വെച്ചാൽ നിർബന്ധമല്ലാത്ത സുന്നത്ത് അവനെടുത്തു അല്ലേ? ആ സുന്നത്തിന്റെ ഖദ്റും കൂടിയും അവനെടുത്ത സുന്നത്തിന്റെ ഖദ്റും കൂടിയും ഫാത്തിഹയിൽ ഓതിയതിനു ശേഷമേ അവന് റുക്കൂഇലേക്ക് പോകാവൂ. ഇനി ബാക്കിയുള്ള എന്ത് ചെയ്തോളും? ഇമാം ചുമക്കും. മനസ്സിലായതല്ലേ? ഇനി ചെയ്തില്ലോ, അത് ചെയ്തില്ലെങ്കിലോ അഴുത് കോതി അത് ഇമാം റുക്കൂഇൽ തന്നെ പോയിക്കാൻ അവനോ റുക്കൂഇൽ തന്നെ പോയിരുന്നാലോ എന്താ ഉണ്ടാവുക?
എന്നാ റക്കാത്ത് അവന് കിട്ടൂല, ആ റക്കാത്ത് കിട്ടൂല. വേറെ പ്രശ്നം നിസ്കാരം പാത്തിലാവുന്നില്ല, ആ റക്കാത്ത് കിട്ടൂല. പിന്നെന്ത് ചെയ്യുക? അപ്പൊ ഇമാമ് സലാം വീട്ടി കഴിഞ്ഞതിന് ശേഷം ആ റക്കാത്തിന്റെ അവൻ നിസ്കരിക്കണം. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നിസ്കാരം പാത്തിലാവുന്നില്ല, അതുകൊണ്ടും ഇമാമ് ചുമക്കൂലാന്ന്, അപ്പൊ ആ റക്കാത്ത് തന്നെ കിട്ടൂലെന്ന് അർത്ഥം. ഇനിയിപ്പോ അദ്ദേഹം ചോദിക്കാൻ രണ്ടാമത്തെ റക്കാത്തിലും ഫാത്തിഹ ഓടാൻ സാധിച്ചില്ലെങ്കിലോ എന്ന്, അത് പറ്റൂല. രണ്ടാമത്തെ റക്കാത്തിൽ ഇവൻ ഫാത്തിഹ പൂർത്തിയാണതിന് മുമ്പായിട്ട് ഇമാം റുക്കൂ ചെയ്തു നിൽക്കുക. എന്നാൽ അവന് ഫാത്തിഹ പൂർത്തിയാക്കണം. എങ്ങനെ പൂർത്തിയാക്കണം? അതിന് രണ്ട് ഫർള് കൊണ്ട് ഇമാമിനെ അവന് പിന്താം. എന്ന് വെച്ചാല് ഇമാം റുക്കൂ ചെയ്തു, ഇമാം ഇഅ്തിദാലും ചെയ്തു. ഈ ഇമാം സുജൂദിലേക്ക് പോയതിന് മുമ്പായിട്ട് ഫാത്തിഹ പൂർത്തിയാക്കിയിട്ട് അവൻ എന്ത് ചെയ്യണം? റുക്കൂ ചെയ്യണം. മനസ്സിലായല്ലേ? ഇവന്റെ രണ്ടാമത്തെ റക്അത്തിൽ പിന്നെ രണ്ടാമത്തെ റക്അത്തിൽ ഇവൻ ഫാത്തിഹ പൂർത്തിയാക്കുന്നതിന് മുമ്പായി ഇമാം റുക്കൂയിലേക്ക് പോയി. എന്നാൽ എന്ത് ചെയ്യണം? എന്നാൽ അവൻ ഫാത്തിഹ ഓതാതെ റുക്കൂ ചെയ്യാൻ പറ്റുമോ? പറ്റൂല. പിന്നെന്ത് വേണം? മഅ്മൂമ് ഫാത്തിഹ പൂർത്തിയാക്കണം. ആ ഫാത്തിഹ പൂർത്തിയാക്കാൻ വേണ്ടി അവൻ എന്ത് ചെയ്യാം? ഇമാമിനേക്കാളും 2 റുക്കിന് കൊണ്ട് പിന്താം, പൂർണ്ണമായ 2 റുക്കിന് കൊണ്ട് പിന്താം. അപ്പൊ ഇമാം റുക്കൂ ചെയ്തു, അപ്പോഴും അവന്റെ ഫാത്തിഹ പൂർത്തിയായിട്ടില്ല. എന്നാലും പിന്നെ ഇമാം ഇഅ്തിദാൽ ചെയ്തു. അപ്പോൾ ഇമാം ഇഅ്തിദാൽ കഴിഞ്ഞിട്ട് എന്ത് ചെയ്ത്? ഇമാം സുജൂദിലേക്ക് പോവാണ്. ആ സുജൂദിലേക്ക് പോകുന്നതിന് മുമ്പായി അവൻ എന്ത് ചെയ്താൽ മതി? ഫാത്തിഹ പൂർത്തിയാക്കി റുക്കൂ ചെയ്താൽ മതി. മനസ്സിലായില്ലേ? ഇനി അവൻ എന്താണ്? ഇനി അവൻ മഅ്ദൂറായ ആളാണ്, അവൻ സാധാരണക്കാരനല്ല. അവൻ മഅ്ദൂറായ അവന് വളരെ സാവധാനത്തിലെ ഫാത്തിഹ ഓതാൻ സാധിക്കുള്ളൂ, അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അതിന് ബത്തീഉൽ ഖിറാഅത്ത് എന്ന് പറയും. ബത്തീഉൽ ഖിറാഅത്ത്, ബത്തീഉൽ ഹർക്കത്ത് എന്നൊക്കെ പറയും. ഏത് വളരെ സാവധാനത്തിന് ചലിക്കാൻ സാധിക്കുള്ളൂ, അതിന് ബത്തീഉൽ ഹർക്കത്ത് എന്ന് പറയും. വളരെ സാവധാനത്തിൽ ഓതാൻ സാധിക്കുള്ളൂ, അങ്ങനത്തെ ആൾക്ക് ബത്തീഉൽ ഖിറാഅത്ത് എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനത്തെ ആളുകൾക്ക് ത്വീലായ 3 റുക്ൻ കൊണ്ട് ഇമാമിനേക്കാളും പിന്താവുന്ന ത്വീലായ 3 റുക്ൻ. ത്വീലായ 3 റുക്ൻ പറഞ്ഞാൽ ഇഅ്തിദാലും 2 സുജൂദിലുള്ള ഏറ്റവും കൂട്ടാതെ ഉള്ള. അപ്പൊ റുക്കൂഅ് 2 സുജൂദൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവന് ഇമാം റുക്കൂ ചെയ്തു, അവർ 1 റുക്കിന് കൊണ്ട് പിന്തില്ലേ, അപ്പോൾ അവൻ ഫാത്തിഹ ഓതുകയാണ്. ഇനി ഇമാം ഇഅ്തിദാൽ ചെയ്തു, അത് കൂട്ടൂല, ഖസീറായ റുക്നാണ്, ത്വീലല്ല. പിന്നെ ഇമാം സുജൂദ് ചെയ്തു, അപ്പൊ 2 റുക്കിന് കൊണ്ട് പിന്തി അല്ലേ. ഈ സുജൂദിലാണ് ഏറ്റവും കൂട്ടുക ഖസീറ. രണ്ടാമത്തെ സുജൂദും ചെയ്തു, അപ്പൊ 3 റുക്കിന് കൊണ്ട് പിന്തി. ഇനി രണ്ടാമത്തെ സുജൂദിൽ നിന്ന് ഇമാമ് തല ഉയർത്തുന്നതിന് മുമ്പായിട്ട് അവൻ എന്ത് ചെയ്താൽ മതി? ഫാത്തിഹ പൂർത്തിയാക്കി റുക്കൂയിലേക്ക് പോയാൽ മതി. ആരാണെങ്കിൽ വേഗം ഓതാൻ സാധിക്കാത്ത ആള് ആണ് എങ്കിൽ, വേഗം ഓതാൻ സാധിക്കുന്ന ആളാണെങ്കിലോ 2 റുക്കിന് കൊണ്ട് പിന്താൻ പറ്റുള്ളൂ. അപ്പൊ ഇമാം ഇഅ്തിദാലിൽ ഉയർന്നതിന് മുമ്പായിട്ട്, അല്ല ഇഅ്തിദാലിൽ സുജൂദിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഫാത്തിഹ പൂർത്തിയാക്കി റുക്കൂ ചെയ്താൽ മതി. എന്നിട്ടും കഴിയുന്നില്ല എന്നാലോ അങ്ങനെ ഉണ്ടാവില്ലല്ലേ? ബത്തീഉൽ ഖിറാഅത്ത് എന്നല്ല, വേഗം ഓതാൻ സാധിക്കുന്ന ആള് തന്നെയാണ്, അയാൾക്ക് വേഗം ഓതാൻ സാധിക്കുന്ന ആള് തന്നെയാണ്. പക്ഷെ ഇമാമിന്റെ ഇഅ്തിദാല് കഴിഞ്ഞിട്ട് ഇമാമ് സുജൂദിലേക്ക് പോകുന്നതിന്റെ മുമ്പായിട്ട് അവന്റെ ഫാത്തിഹ പൂർത്തിയായില്ല നിൽക്കുന്നാലോ, എന്നാ ഞാൻ ഫാത്തിഹ പൂർത്തിയാക്കാൻ നിൽക്കരുത്. പിന്നെ അവൻ വേഗം റുക്കൂയിലേക്ക് പോകണം. റുക്കൂയിലേക്കല്ല, ഇമാമ് എന്തിലേക്കാണ് പോകേണ്ടത്? ഇനി ഇമാമ് സുജൂദിലേക്കല്ല പോവുക, ആ സുജൂദിലേക്ക് ഇമാമിന്റെ കൂടെ അവനും പോകണം. അപ്പൊ പക്ഷെ ആ റക്അത്ത് അവന് കിട്ടൂല. അപ്പൊ ഇമാമ് സലാം വിട്ടി കഴിഞ്ഞതിന് ശേഷം 1 റക്അത്ത് നിസ്കരിക്കണം. മനസ്സിലാക്കണം? ഇപ്പൊ ഈ പറഞ്ഞ ഞാനീ പറഞ്ഞ മനസ്സിലാക്കണല്ലോ അല്ലേ? ദിൽഷാദിന് മനസ്സിലാക്കണം ഞാനീ പറഞ്ഞപ്പോ? മനസ്സിലായി. അൽവാഫിക്ക് മനസ്സിലാവുമല്ലോ. ഞാൻ ദിൽഷാദ് ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെയാണ്. അതുപോലെ തന്നെ ഈ ബത്തീഉൽ ഖിറാഅത്താണ്, വേഗം സ്പീഡിൽ ഓതാൻ സാധിക്കാത്ത വ്യക്തിയാണ് അല്ലേ? അപ്പൊ അവന് 3 ത്വീലായ റുക്കിനെ കൊണ്ട് പിന്താന്ന് പറഞ്ഞു. അപ്പൊ ഇമാമിന്റെ രണ്ടാമത്തെ സുജൂദ് കഴിഞ്ഞതിന്റെ മുമ്പായിട്ട് ഫാത്തിഹ പൂർത്തിയാക്കി അവന് റുക്കൂ ചെയ്യാൻ സാധിച്ചില്ല നിൽക്കുക. എന്നാൽ പിന്നെ അവിടെ ഫാത്തിഹ പൂർത്തിയാക്കാൻ നിൽക്കരുത്. പിന്നെന്ത് വേണം? ഇനി ഇമാമിന്റെ രണ്ടാമത്തെ സുജൂദ് കഴിഞ്ഞാൽ ഇമാം ചിലപ്പോൾ അത്തഹിയ്യാത്തിന് ഇരിക്കായിരിക്കും അല്ലേ? അപ്പോൾ ഇവൻ എന്ത് ചെയ്യണം? അത്തഹിയ്യാത്തിന് വേണ്ടി ഇരിക്കണം. അല്ലെങ്കിൽ ഇമാം 10 റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുകയാണ്. അപ്പൊ ഇവൻ എന്ത് ചെയ്യണം? അവിടെ തന്നെ നിൽക്കണം. പക്ഷെ അവിടെ അവന് 1 റക്അത്ത് നഷ്ടപ്പെട്ടു. 1 റക്അത്ത് ഇമാമിന്റെ സലാം മുട്ടി കഴിഞ്ഞ ശേഷം 1 റക്അത്ത് ഇവൻ പിന്നെ നിസ്കരിക്കുകയും വേണം. മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? ഇൻഷാ അല്ലാഹ്.
പിന്നെ എന്താ ഉസ്താദ് അസ്സലാമു അലൈക്കും വലൈക്കും സലാം. നാട്ടിൽ മൻസിൽ എന്ന ബുക്ക് കണ്ടുമേക്കാരാണ് നിങ്ങൾ കണ്ടുമരിക്കണത് ഇപ്പോട്ടെ. അതിൽ മലയാളത്തിൽ ഖുർആനുമുണ്ട്. അത് ഓതുന്നത് ശരിയാണോ? മലയാളത്തിൽ ഖുർആൻ എഴുതാൻ പാടില്ല എന്നാ. വിശുദ്ധ ഖുർആന്റെ ആയത്തുകളൊന്നും പിന്നെ അറബി ഭാഷ അല്ലാത്ത മറ്റു ഭാഷയിൽ എഴുതാൻ പാടില്ല, ഹറാമാണ്. എഴുതാൻ പാടില്ല, അത് ഹറാമാണ്. പരിഭാഷ ചെയ്യാൻ പാടില്ല എന്നല്ലേ പറഞ്ഞത്. പരിഭാഷ അതിന്റെ അർത്ഥ മറ്റു ഭാഷകളൊക്കെ എഴുതുകയൊക്കെ ചെയ്യും. അതല്ല, ഖുർആൻ തന്നെ എന്താ ഇപ്പൊ ഖുൽ ഹുവല്ലാഹു അഹദ് മലയാളത്തിൽ കാഫിന് പരഖുൻ എഴുതല്ലേ, ഖുൽ ഹുവല്ലാഹു പിന്നെ അഹദ് എന്നൊക്കെ എഴുതുക, അങ്ങനെ എഴുതാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ മറ്റു ഭാഷകളിൽ എഴുതാൻ പാടില്ല, ഹറാമാകുന്നു. അങ്ങനെ എഴുതി നിൽക്കാൻ നോക്കുക. അത് നോക്കി ഓതാൻ വയ്ക്കുക, നോക്കി ഓതൊക്കെ ചെയ്യാം. പക്ഷെ ഓതുമ്പോ അതിലേരിയമായി ഓതരുത്. വേറെ അങ്ങനത്തെ നോക്കി ഓതുക നിൽക്കുക, അതുകൊണ്ട് വിരോധമില്ല. പക്ഷെ ഓതുമ്പോൾ അങ്ങനെ ഓതരുത്. ആ ഖുർആന്റെ പിന്നെ അക്ഷരങ്ങളുണ്ടല്ലോ, ഹിജായി അക്ഷരങ്ങൾ, അതിന്റെ മഹ്റജും തന്നെ മൊഴിഞ്ഞിൽ കൊണ്ട് ഓതണം. അതല്ലാതെ ഓതൽ ഹറാമുമാണ്. എപ്പോഴും താടി വടിക്കുന്ന ആളെ ഇമാമാക്കി നിസ്കരിക്കുന്നതിന്റെ വിധി എന്താണ്? അതുകൊണ്ട് വിരോധമില്ല. താടി വടിക്കൽ, എപ്പോഴും താടി വടിക്കൽ ഹറാമാണെന്നും അഭിപ്രായമുണ്ട്, കറാഹത്ത് എന്ന അഭിപ്രായമുണ്ട്. നമ്മുടെ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം, ഒരു വിഭാഗം ഉലമാക്കൾ പ്രബലമാക്കിയിരിക്കുന്നത് കറാഹത്താനുള്ള അഭിപ്രായത്തെയാണ്. ഫത്വയിലൊക്കെ ഉണ്ടല്ലേ ഹറാമാണ് എന്ന് അതിനെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മുടെ മദ്ഹബിലെ ഒരു വിഭാഗം ഉലമാക്കൾ പ്രബലമാക്കിയിട്ടുള്ള, നമ്മുടെ മദ്ഹബിൽ പ്രബലമാക്കിയിട്ടുള്ള താടി വടിക്കൽ കറാഹത്താണ്. അപ്പൊ കറാഹത്ത് ചെയ്യുന്ന ഒരു സ്ഥിരമായി കറാഹത്ത് ചെയ്യുന്ന ഒരാളെന്ന് അതിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അയാളെ തുറന്ന് അയാൾ ഫാസിഖൊന്നല്ല. അപ്പൊ അയാളെ തുറന്ന് നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാകുമെന്ന് മാത്രമല്ല, ജമാഅത്തിന്റെ കൂലി കിട്ടുകയും ചെയ്യും. പിന്നെ ഗർഭിണിയായ സ്ത്രീ എങ്ങനെ ഇദ്ദയിരിക്കും? ആയിക്കോട്ടെ. ഗർഭിണിയായ സ്ത്രീയുടെ ഇദ്ദ അവളുടെ പ്രസവമാണ്. അവൾ പ്രസവിച്ച അതോടുകൂടി അവളെ ഇദ്ദ കഴിഞ്ഞു. അതിന് വഫാത്തിന്റെ ഇദ്ദാവട്ടെ, പിന്നെ തലാഖിന്റെ ഇദ്ദാവട്ടെ, ഏതാണ് ശരി? ഒരു ഗർഭയുടെ പണിയാണ്ട് ഇത് തലാഖിൽ നിൽക്കുക. എന്നാൽ എപ്പോഴാണ് അവളെ ഇദ്ദ ഒഴിവാകുക? അവളെ ഇദ്ദലിന് എപ്പോഴും ഒഴിവാകുക? പ്രസവത്തോടുകൂടി ഇദ്ദലിന് ഒഴിവാകും. ആ പ്രസവത്തിന് ശേഷമേ ഇനി മറ്റൊരാള് അവൾക്ക് വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ. അവൾ പറ്റാന്ന് പ്രസവിച്ചു നിൽക്കുക. എന്നാൽ അവളുടെ ഇദ്ദ കഴിഞ്ഞു, അവൾക്ക് ഇനി വേറെ ഭർത്താവിനെ സ്വീകരിക്കാം. സാധാരണ തലാഖ് ചെല്ലപ്പെട്ട സ്ത്രീന്റെ ഇദ്ദ 3 ശുദ്ധിയുടെ കാലഘട്ടമാണല്ലേ, അല്ലേ? ഏകദേശം 2-3 മാസമൊക്കെ വരുവിന്. അതേസമയത്ത് ഒരു 9ാം മാസത്തിലാണ് ഒരു പെണ്ണ്, അല്ലേ? പിന്നെ 10ാം അത് പ്രസവിക്കുന്നതിന്റെ കുറച്ചു മുമ്പാണ് നമ്മൾ തലാഖ് ചെയ്തത്. അവൻ തലാഖ് ചെല്ലി ഉടൻ തന്നെ ഓടാൻ പെറും ചെയ്ത്. എന്നാലും അതോടുകൂടി അവളുടെ ഇദ്ദ കഴിഞ്ഞ്. ഇനി ഭർത്താവ് മരിച്ചാലും അങ്ങനെ തന്നെയാണ്. ഭർത്താവ് മരിച്ചതിന്റെ 4 മാസം 10 ദിവസമാണ്. പക്ഷെ ഗർഭിണിയാണ്, ഗർഭിണിയായ പെണ്ണിന്റെ ഭർത്താവ് മരിച്ചത് 4 മാസം 10 ദിവസമല്ല. അവളുടെ എന്താണ് അവളുടെ ഇദ്ദ പ്രസവാത്മാണ്, പ്രസവിച്ച ഇദ്ദ കഴിഞ്ഞ്. ഫസ്ലുൻ ഇദ്ദത്തുൽ ഹാമിലി, ഗർഭിണിയുടെ ഇദ്ദ അൽ ഹുറത്തി വൽ അമതി. ഞാൻ ഗർഭിണി സ്വതന്ത്ര സ്ത്രീ ആവട്ടെ അടിമ സ്ത്രീ ആവട്ടെ, എങ്ങനെയാണ് ശരി. അൻ ഫിറാഖ് ഹയ്യിൻ ഔ മയ്യിത്തിൻ, അതാ ആ ജീവനുള്ള ആളെ തൊട്ട് വിട്ടു പിരിഞ്ഞ തൊട്ടുള്ള ഇദ്ദാണ് വേണ്ടത്. ഇനി മയ്യിത്തിനെ തൊട്ട് വിട്ടു പിരിഞ്ഞ ഇദ്ദയിൽ വേണ്ട, ഏതാനും ശരി. അപ്പോ വഫാത്തിന്റെ ഇദ്ദ ആവട്ടെ, ഈ തലാഖിന്റെ ഇദ്ദ ആവട്ടെ, ഏത് ഇദ്ദ ആവട്ടെ, ഗർഭിണിയാണെങ്കിൽ അവളുടെ ഇദ്ദ എന്താണ്? ബിവളഇഹി, അവൾ പ്രസവിക്കൽ കൊണ്ടാകുന്നു. പ്രസവത്തോടുകൂടി ഇദ്ദ കഴിഞ്ഞു. എനിക്ക് 2 കുട്ടികൾ, രണ്ടിനും അഖീഖത്ത് അറുത്തിട്ടില്ല. 3ാമത്തെ ഒന്നിച്ച് അറുത്താൽ മതിയോ? അത് ഒന്ന് പറഞ്ഞു തരണം. അത് മതി. 2 കുട്ടികളുടെ അഖീഖത്ത് 3ാമത്തെ കുട്ടി ഉണ്ടാകുകയാണ്. അപ്പൊ ആ കുട്ടിന്റെയും കൂടി ഇങ്ങനെ 3 കുട്ടികളും ഒന്നിച്ചാക്കാം. പക്ഷെ ആടാകാൻ പറ്റും, ആവില്ല. ആടാണെങ്കിൽ ആടിനെയാണ് അറക്കുന്നതെങ്കിൽ ഒരു കുട്ടിക്ക് ഒന്ന് അതിനെ അറക്കണം. ആടല്ല പശുവോ അല്ലെങ്കിൽ മൂലിയോ പോത്തോ അതൊക്കെയാണ് അറക്കുന്നത് നിൽക്കുക. എന്നാൽ 3 കുട്ടികൾക്ക് കൂടി ഒന്നറക്കാം, 4 കുട്ടികൾക്ക് കൂടി ഒന്നറക്കാം, 7 കുട്ടികൾക്ക് വരേക്കും അതിലെ 7 കുട്ടികളെ വരെ അതിൽ ചേർക്കാം. അതുകൊണ്ട് വിരോധമില്ല. അസ്സലാമു അലൈക്കും വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, ഇമാമിന്റെ കൂടെ അവസാന അത്തഹിയ്യാത്തിലാണ് കിട്ടിയതെങ്കിൽ ഇമാമിന്റെ കൂടെ സലാം വീട്ടിയതിന് ശേഷം ഒരു ജമാഅത്ത് നടക്കുകയാണെങ്കിൽ ആ ഇമാമിനെ പിന്തുടരാൻ പറ്റുമോ? ഇമാം പിന്തുടരുകയൊക്കെ ചെയ്യാം. അവിടെ വെച്ച് നല്ലത്
പിന്നെ ഇപ്പൊ ചോദ്യം മനസ്സിലായില്ലേ? ഒരു അവിടെ ഒരു ജമാഅത്ത് നടക്കുന്നു. ആ ജമാഅത്തിൽ ഇമാമ് അത്തഹിയ്യാത്തിൽ എത്തിയിട്ടുണ്ട്, അവസാനത്തെ അത്തഹിയ്യാത്ത്. അപ്പൊ ആ അത്തഹിയ്യാത്തിൽ ആ ഇമാമിനോട് കൂടെ തുടരുന്നതിനേക്കാൾ നല്ലത് അവിടെ വേറെ ആളുകളെ കണ്ടു നിൽക്കുക. ആ ഇമാം സലാം വീട്ടി കഴിഞ്ഞ ശേഷം ഇവരൊക്കെ വേറെ ജമാഅത്ത് സംഘടിപ്പിക്കലാണ് ഏറ്റവും നല്ലത്. എന്താണ് കാരണം? എന്നാൽ അവിടെ നിസ്കാരത്തിന്റെ ആദ്യം മുതൽക്ക് തന്നെ ജമാഅത്ത് ലഭിക്കും. നമ്മുടെ ഫിഖ്ഹിന്റെ കിതാബുകളൊക്കെ ആരും പ്രത്യേകം പറയുന്നത് കാണാം. അവസാനമായി ഇമാമ് ജമാഅത്ത് പള്ളിത്തെ ജമാഅത്തിൽ അവസാനമായി ആയിട്ടുണ്ട്. അപ്പൊ അത് തുടരാണെങ്കിൽ ഇപ്പൊ കുറച്ച് ഭാഗം മാത്രമേ ജമാഅത്ത് കിട്ടുള്ളൂ. നേരെ മറിച്ച് അവരൊന്നും ക്ഷമിക്കുക, അവരെ ഇതും മാത്രമല്ല വേറെ ആളുകളുണ്ട്. അപ്പൊ അവരെന്ത് ക്ഷമിക്കുക, ഇമാമ സലാം വിട്ടട്ടെ, എന്ത് നമുക്ക് വേറെ നിസ്കരിക്കാം. അങ്ങനെ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ അവസാനത്തെ കിട്ടിയെങ്കിൽ ഇമാമിന്റെ കൂടെ സലാം വീട്ടിയതിനു ശേഷം ഒരു ജമാഅത്ത് നടക്കുകയാണെങ്കിൽ ആ ഇമാമിനെ ഇതല്ല ചോദ്യം, വേറൊരു ചോദ്യം അല്ലേ? ഒരാളെന്തുകൊണ്ട് ഇമാമിന്റെ കൂടെ അവസാനത്തെ അത്തഹിയ്യാത്തിലാണ് കൂടിയത്, അല്ലെങ്കിൽ അവസാനത്തെ റക്അത്തിൽ എന്തൊക്കെയാണ് കൂടിയത്, ആണ് ഇമാം സലാം വീട്ടിയതിനു ശേഷം അവിടെ വേറെ ജമാഅത്ത് നടക്കുന്നുണ്ട്. ആ ജമാഅത്തിൽ ഇപ്പൊ ഇവർക്ക് കൂടാൻ പറ്റുമെന്നാണ്. അത് ഇമാമിന്റെ കൂടെ കുറച്ചുകൂടി ആൾ ഇമാം സലാം വീട്ടിയതിനു ശേഷം ഇവർക്ക് മസ്ബൂക്കാണോ, ഇവൻ വേറെ നിസ്കരിക്കേണ്ടതില്ല. ആ നിസ്കാര സമയത്ത് വേറെ ജമാഅത്തിൽ കൂടാൻ പറ്റും, അതും പറ്റും, അതും പറ്റും. അപ്പൊ ഇമാം സലാം വീട്ടിയതിനു ശേഷം ഇവൻ എഴുന്നേറ്റുന്നു അല്ലേ, അവന് ബാക്കിൽ നിസ്കരിക്കാൻ വേണ്ടി അവൻ മസ്ബൂക്കാണോ, അവന് ബാക്കിൽ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റുന്നു. അപ്പൊ നോക്കുമ്പോ അവിടെ വേറെ ജമാഅത്ത് നടക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, അവൻ വലിയ പതുക്കെ അങ്ങനെ മൂന്നനക്കം പിന്നെ ഒന്നിച്ചനങ്ങാതെ അവരുടെ സഫിൽ പോയി നിൽക്കുക, എന്നിട്ട് അവരെ തുടർന്ന് നിസ്കരിക്കുക. അങ്ങനെ പറ്റും. അങ്ങനെ പറ്റുന്ന മാത്രമല്ല, അങ്ങനെ ചെയ്താൽ നിസ്കാരത്തിൽ മുഴുവൻ ജമാഅത്തിന്റെ കൂലി, നിസ്കാരം മുഴുവൻ ജമാഅത്തിൽ ലഭിച്ചതിന്റെ കൂലി ലഭിക്കുകയും ചെയ്യും. അപ്പൊ അവിടെ വേറെ വിഷയം ഉണ്ടാകല്ലേ, ഇവനിപ്പോ ഇമാമിനെ കൂടി ഒരു റക്അത്ത് കിട്ടിക്കുന്നു. ഇനിയിപ്പോ ഇവിടെ ഇവന് 3 റക്അത്ത് ഇനി ബാക്കി നിസ്കരിക്കാനുള്ളൂ അല്ലേ, അങ്ങനെ ഉണ്ടാവല്ലോ. ഇമാമിന് ഇനി പറഞ്ഞു ഇവന് ഇമാമ സലാം കിട്ടിയ ശേഷം 3 റക്അത്ത് നിസ്കരിക്കാനുള്ളൂ. പക്ഷെ ആ ജമാഅത്താണെങ്കിൽ 4 റക്അത്ത് ഇല്ല, ഒരാദ്യം തുടങ്ങണം. അപ്പൊ എന്താ ചെയ്യാ? അവിടെ ചെയ്യാ, ആ ഇമാമ് 4ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റുന്നാലേ ഇവനെന്ത് ചെയ്യാ, ഇവൻ അവിടെ ഇരിക്കുക, അത്തഹിയ്യാത്തിൽ അവിടെ ഇരിക്കുക. ഒന്നുകിൽ ഈ ഇമാമുമായി ഞാൻ വിട്ടുപിരിയുന്നു എന്ന് നിയ്യത്ത് വെച്ചുകൊണ്ട്, മുഫാറക്കത്തിന്റെ നിയ്യത്ത് എന്ന് പറയും, ഞാൻ ഈ ഇമാമുമായി വിട്ടുപിരിയുന്നു എന്ന് നിയ്യത്ത് വെച്ചുകൊണ്ട് അവൻ എന്ത് ചെയ്യുക, അത്തഹിയ്യാത്തിൽ നിന്ന് അത്തഹിയ്യാത്തോട് സലാം വിട്ടി പോവുക. തന്നെ വേറെ പ്രശ്നം. അതല്ലെങ്കിലോ, അല്ലെങ്കിൽ മുഫാറക്കത്തിന്റെ നിയ്യത്ത് വെക്കൊന്നും വേണ്ട, അവൻ അത്തഹിയ്യാത്ത് തോന്നിട്ട് ഇമാമിനെ കാത്തി അവിടെ ഇരിക്കുക. ഇനി ഇമാമ അത്തഹിയ്യാത്തിലേക്ക് വരുമല്ലോ, അങ്ങനെ അതുവരേക്കും കാത്തിരിക്കുക. എന്നിട്ട് പിന്നെ ഇമാമ സലാം വിട്ടി കഴിഞ്ഞ ശേഷം സലാം വിട്ടു, അതാണ് ഏറ്റവും നല്ലത്. അപ്പൊ അവൻ അത്തഹിയ്യാത്ത് ഓതി ഇമാമിനെ പ്രതീക്ഷിച്ചിരിക്കുക, എന്നിട്ട് ഇമാം സലാം വിട്ടി കഴിഞ്ഞ ശേഷം സലാം വിട്ടുക, അതാണ് ഏറ്റവും നല്ലത്. അപ്പോ പിന്നെന്താണ്, സലാം അലൈക്കും എന്നത് മതിയോ, അല്ല പരിപൂർണ രൂപം വേണ്ടി വരുമോ? അത് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, അത് നോക്കിയിട്ട് പറഞ്ഞുതരാന്നാ പറഞ്ഞത്. ഒരാള് അസ്സലാം അലൈക്കും പറയാതെ സലാം അലൈക്കും എന്ന് പറഞ്ഞു, അലിഫ്ലാം കൂട്ടാതെ. അങ്ങനെ സലാം ചൊല്ലിയാൽ അത് സലാമായിട്ട് പരിഗണിക്കപ്പെടുമോ എന്ന്? പറ്റും. ഇമാം നബി തങ്ങൾ റൗലയില് ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അസ്സാലിസത്തു, 3ാമത്തെ മര്യാദ, സലാമിന്റെ കുറെ മര്യാദകൾ വിവരിക്കാൻ റൗലയില്, അതിൽ 3ാമത്തെ കാര്യം പറയണം. സിയഗത്തുഹു, അത് ആ സലാമിന്റെ പദമാണ്. ആ പദം എന്താണ്? അസ്സലാമു അലൈക്കും. ഒന്നുകിൽ അസ്സലാമു അലൈക്കും എന്നറിയാം, ഔ സലാമുൻ അലൈക്കും അവൻ പറയാം. ഈ ചോദ്യക്കത്ത് പദമാണ് പറഞ്ഞത്, സലാം അലൈക്കും അല്ലേ? അതും സലാം ചൊല്ലൽ തന്നെയാണ്. അപ്പൊ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാലും സലാമുൻ അലൈക്കും എന്ന് പറഞ്ഞാലൊക്കെ അത് സലാം ചൊല്ലലായിട്ട് പരിഗണിക്കപ്പെടും. അതുപോലെ തന്നെ വക്കദ ലോകാന അലൈക്കും അസ്സലാം എന്ന് പറഞ്ഞു, അത് സലാം മടക്കലല്ല, സലാം പറയലെന്നെ വേണം, അങ്ങനെ പറയാം അലൈക്കും അസ്സലാം. എന്നാൽ അതും സലാം ചൊല്ലലായിട്ട് പരിഗണിക്കപ്പെടും. വഖാലൽ മുതവല്ലിയു അലൈക്കും അസ്സലാം എന്നുള്ള ലൈസബിൽ തസ്ലീം സലാം ചൊല്ലൽ എല്ലാ ഈ മുതല്ലിമാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് അലൈക്കും അസ്സലാം. പക്ഷേ ഖുൽതു, ഞാൻ പറഞ്ഞു, നൈമാൻ പറയാ അസ്സഹീറു അന്നഹു തസ്ലീം, സലാം ചൊല്ലൽ തന്നെയാണ് എന്ന് ഇമാം തങ്ങൾ മുഴത്തമിഴാക്കിയിട്ടുണ്ട്. അതാണ് അത് ശരിവെച്ചിട്ടുണ്ട്. അപ്പൊ അസ്സലാമു അലൈക്കും എന്നോ സലാമുൻ അലൈക്കും എന്നോ അലി അലൈക്കും അസ്സലാം എന്നോ ഒക്കെ പറഞ്ഞാൽ സലാം ചൊല്ലലായിട്ട് പരിഗണിക്കപ്പെടും. അങ്ങനൊക്കെ സലാം ചൊല്ലിയാലും അത് ആ സലാം ചൊല്ലിക്കും നിർബന്ധം.
വേദക്കാരുമായി വിവാഹബന്ധം പാടുണ്ടോ? അതെങ്ങനെയാണ് ഒന്ന് വിശദീകരിക്കാമോ? വേദക്കാരുമായി വിവാഹബന്ധം നടത്താൻ പറ്റുമോ? അത് കിതാബ് ജൂതന്മാരും ക്രിസ്ത്യാനികളൊക്കെ അവരൊക്കെ അതേസമയത്ത് ജൂതന്മാരും ക്രിസ്ത്യാനികളും ഇല്ലാത്ത മജൂസികളൊക്കെ ഉണ്ടല്ലേ, തീയാരാധകര്, അവരും വിവാഹം കഴിക്കാൻ പറ്റൂല. പക്ഷെ ചില വിഷയങ്ങളിൽ അവരെ അഹ്ലി കിതാബിന്റെ ഹുക്മിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിവാഹബന്ധം നടത്താം, അതുപോലെ പിന്നെ അറുത്തത് ഭക്ഷിക്കാം എന്ന വിഷയത്തിൽ അവർ വേദക്കാരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ജിസിയ വാങ്ങുന്ന വിഷയത്തിലുള്ളത്, ജിസിയ തൊഹിഫയുടെ കണ്ട ആ വിഷയം, ജിസിയ വാങ്ങുന്ന വിഷയം. അപ്പൊ അത് അവരെ എന്ത് ചെയ്യാം, മജൂസികളുടെ വീട്ടിനൊക്കെ ജിസിയ വാങ്ങാം. അഹ്ലി കിതാബിന്റെ അടുത്താണ് ജിസിയ വാങ്ങേണ്ടത്. അപ്പൊ ആ വിഷയത്തിൽ അവർ അഹ്ലി കിതാബിന്റെ വിഷയത്തിൽ ഉൾപ്പെടുത്താനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ശരി, വിവാഹം കഴിക്കുന്ന വിഷയത്തിൽ പറ്റുകയില്ല. മജൂസികളുണ്ട്, തീയാരാധകര്, അതുപോലെ നമ്മുടെ നമ്മുടെ ഹിന്ദുക്കളൊക്കെ ഉണ്ടല്ലോ, ഹിന്ദു പെണ്ണുകളോട് വിവാഹം കഴിക്കാൻ പറ്റൂല. അതൊക്കെ ഒരു മത അല്ലേ? എന്താപ്പ ഇതിനൊക്കെ പറയാ, ഒരു മത അപ്പൊ ഒക്കെ. മറ്റു ജൂതന്മാര് ക്രിസ്ത്യാനികൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു അല്ലേ, അത് അവർക്ക് ഗ്രന്ഥമാക്കിയിട്ടുണ്ട് തൗറാത്ത്, അതിലൊരു ഭേദഗതി എത്തിയിട്ടുണ്ട്, അതിൽ വേണ്ടാത്ത കടത്തിക്കൂട്ടിയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്, ശരിയാണ്. എന്നാലും അതുകൊണ്ട് അതിനെ രക്ഷപ്പെട്ടാൽ മതിയല്ലോ. അതുപോലെ തന്നെ ആദം നബി അലൈഹി ഇസ്ലാം മുതൽ മൂസാ നബി വരെയൊക്കെയുള്ള എല്ലാ നബിമാരെ കൊണ്ടും അതും വിശ്വസിച്ചിട്ടുണ്ട്. ആ വിശ്വാസത്തിന്റെ വൈകല്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെയാണ്. അതിൽ കുറെ കടത്തിക്കൂട്ടിയിട്ടുണ്ട്. ക്രിസ്ത്യാനികളാകുമ്പോ ആദം നബി അലൈഹി ഇസ്ലാം മുതൽ ഈസാ നബി അലൈഹി ഇസ്ലാം വരേക്കുമുള്ള എല്ലാ നബിമാരെ കൊണ്ടും വിശ്വസിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ഈസാ നബി കൊണ്ട് വിശ്വസിക്കേണ്ടുന്ന ക്രമത്തിൽ വിശ്വസിച്ചില്ല. ഈസാ നബി അലൈഹി ഇസ്ലാം ഉലുൽ അസ്മിൽ ആയ ഒരു പ്രവാചകനാണ് എന്ന് വിശ്വസിക്കുന്നതിന് പകരം അള്ളാഹിന്റെ മകനാണെന്ന് അവർ വിശ്വസിച്ചു. അങ്ങനെ താറാവ് പറ്റി. അതുപോലെ ഇന്ത്യയിൽ പലരും കാർത്തിക്കൂട്ടൊക്കെ ചെയ്ത്. എന്നാലും ഒരു സമാപിയായ ഒരു ഗ്രന്ഥം അല്ലെ, ആകാശത്തിന് അള്ളാഹുത്തിൽ ഇറക്കി കൊടുത്തൊരു ഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നു, പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിക്കുന്നു. ഓരോ നന്നാക്കൽ എളുപ്പമാണ്. അതൊന്ന് ആ തെറ്റം തിരുത്തിവെത്താൽ മതി. ഈസാ നബിയെ കുറിച്ചുള്ള അവരുടെ വിശ്വാസം, അത് ബൈബിളിൽ കാർത്തിക്കൂട്ടിയ വിഷയം, അതൊക്കെ എന്നിട്ട് എന്ത് ചെയ്യുക, അതിൽ അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് വിശ്വസിക്കേണ്ട കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞതൊക്കെ മനസ്സിലാക്കി കൊടുത്താൽ മതി. മറ്റതല്ലല്ലോ, മറ്റത് എന്താണ് ഉള്ള അതിനും ഇവരൊക്കെ ആരാധിക്കുക. എന്താണ് അവല്ലേ പശുവിനും ആരാധിക്കുക? ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്നല്ലേ പശു നടക്കാൻ പാടില്ല, നഹാരം എന്നാണ് പറഞ്ഞ് പശു നടക്കാൻ പാടില്ല, പശുവിന്റെ പുതിയാപ്പണം നടക്കാന്ന്. അതാണ് സ്ഥിതിയില്ലേ. അപ്പൊ അതാണ് വിഗ്രഹാരാധകരാകുമ്പോ അങ്ങനെയാണ്. അത് അവര് കണ്ണി കണ്ട വിഗ്രഹത്തിനും ഇതിനൊക്കെ ആരാധിക്കുന്ന ഒരു വളരെ തരം താഴ്ന്ന ഒരു സ്വഭാവത്തിലാണ്. അതുകൊണ്ട് അവരെ വിവാഹം കഴിക്കാൻ പാടില്ല. യൂത പെണ്ണുങ്ങളാണെങ്കിൽ അവരെ മുസ്ലിം പുരുഷന്മാർക്ക് വിവാഹം കഴിക്കാം. അതുപോലെ ക്രിസ്ത്യൻ സ്ത്രീകളെയും മുസ്ലിം പുരുഷന്മാർക്ക് വിവാഹം കഴിക്കാം. അവർ അഹ്ലി കിതാബാണ് എന്ന കാര്യം സ്ഥിരപ്പെടണം. മറ്റു മതങ്ങളിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്ക് വന്നവര്, മറ്റു മതങ്ങളിൽ നിന്ന് ജൂതമതത്തിലേക്ക് വന്നവർ അതും പറ്റൂല. അവർ അഹ്ലി കിതാബാവണം. എന്നുവെച്ചാൽ അവരുടെ പിതാക്കന്മാരായി തൗറാത്തും ഇഞ്ചിലൊക്കെ ഭേദഗതി വരുത്തുന്നതിന് മുമ്പ് തന്നെ ഇവർ ജൂതന്മാരും ക്രിസ്ത്യാനികളൊക്കെയാണ് ഇവരുടെ പരമ്പര, അങ്ങനെയുള്ള പരമ്പരയിൽപ്പെട്ടവരാണെന്ന കാര്യം സ്ഥിരപ്പെടണം. അങ്ങനെയുള്ള സാക്ഷാൽ അഹ്ലി കിതാബിൽപ്പെട്ട പിന്നെ സ്ത്രീകളാണെങ്കിൽ വിവാഹം കഴിക്കാം. ജൂതത്തി സ്ത്രീകളൊക്കെ വിവാഹം കഴിക്കാൻ തന്നെയാണ്. കാരണം ജൂതമതത്തിലേക്ക് മറ്റ് മതസ്ഥരെ സ്വീകരിക്കുകയാണ് എന്നാ പറഞ്ഞു കേൾക്കുന്നത്. സാധാരണ ക്രിസ്തു മതത്തിലേക്കൊക്കെ മറ്റു മതങ്ങളിൽ നിന്ന് കൺവെർട്ട് ചെയ്ത് പോകാറുണ്ടല്ലോ, അതുപോലെ ജൂതന്മാർ സ്വീകരിക്കൂലാണ്. ജൂതന്മാരുടെ ഇപ്പുള്ള ലോകത്തിലെ എല്ലാ ജൂതന്മാരും പഴയ കാലത്ത് നിൽക്കുന്ന ആ ജൂത വംശത്തിൽപ്പെട്ടവർ മാത്രമാണെന്ന്. അപ്പൊ ജൂതന്മാരത്തെ പെണ്ണുള്ള സാക്ഷാൽ അഹ്ലി കിതാബിൽപ്പെട്ട കുഞ്ഞുങ്ങൾ തന്നെയാണ്. അപ്പൊ അവരെന്ത് ചെയ്യാൻ വിവാഹം കഴിക്കേണ്ട കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതൊന്നുമില്ല. വേഗം ചെയ്താൽ മതി, വിവാഹം കഴിക്കാം. വേറെ പ്രശ്നമൊന്നുമില്ല. ക്രിസ്ത്യാനികളാകുമ്പോൾ ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ അതിൽ പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ മിക്കവാറും മറ്റു മതങ്ങളിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്ക് പോയവരാണ്. അവരെ വിവാഹം കഴിക്കാൻ പറ്റൂല. ഇഞ്ചിയിൽ ഭേദഗതി വരുത്തുന്നതിന് മുമ്പ് തന്നെ ഇവളുടെ പിതാമഹന്മാരുടെ പരമ്പര പിന്നെ ക്രിസ്ത്യാനികളിൽപ്പെട്ടവരായിരുന്നു എന്ന കാര്യം സ്ഥിരപ്പെടണം. ഇവിടെ വാപ്പാരായിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ അവരുടെ ക്രിസ്തുക്കളാണ് എന്ന കാര്യം സ്ഥിരപ്പെടണം. അങ്ങനത്തെ കുടുംബത്തിൽപ്പെട്ട സ്ത്രീകളെ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ.
പിന്നെന്താണ് വേറെ സഫിൽ തന്നെ അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഉസ്താദെ, ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ സഫിൽ തന്നെ ഇടത്തു ഭാഗത്തേക്കോ വലത്തു ഭാഗത്തേക്കോ നീങ്ങുന്നത് കൊണ്ട് നിസ്കാരത്തിന് കുഴപ്പമുണ്ടോ? അത് കുഴപ്പമൊന്നുമില്ല. ചോദ്യം, നിസ്കരിക്കാൻ നിൽക്കാൻ സഫിൽ നിൽക്കുകയാണ്, അപ്പം എന്തെങ്കിലും ഒന്ന് ഇടത്തോട്ട് ഒന്ന് മാറി നിന്നു, അല്ലെങ്കിൽ ഒന്ന് വലത്തോട്ട് മാറുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല, നിസ്കാരം ബാത്തിലാകുന്നില്ല. തുടർച്ചയായി 3 അനക്കം അനങ്ങിയെങ്കിൽ നിസ്കാരം ബാത്തിലാകുള്ളൂ. അതെല്ലാം ഒന്ന് നീങ്ങുന്നു അല്ലെങ്കിൽ ഇങ്ങോട്ട് നീങ്ങുന്നു, അതുകൊണ്ട് നിസ്കാരം ബാത്തിലാകാതെ കുഴപ്പമില്ല. ഉസ്താദെ, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഞാൻ ഇപ്പോൾ ഖോബാറിലാണ്. എന്റെ ഉമ്മയെയും വൈഫിനെയും ഉംറക്ക് കൊണ്ടുവരാൻ ജോലി ജിദ്ദയിലേക്ക് കിട്ടാൻ ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം എളുപ്പമാക്കി തരട്ടെ. അദ്ദേഹത്തിന് ജോലി കൊണ്ട് ജിദ്ദയിലേക്ക് മാറ്റം കിട്ടണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതാണ് ഖൈറ് എങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി തരട്ടെ. അതിൽ അല്ലാഹു ആ കാര്യങ്ങളൊക്കെ അല്ലാഹു എളുപ്പമാക്കി തരട്ടെ. ഏതായാലും ശരി, അല്ലാഹു നിങ്ങൾക്ക് മനസ്സിന് ആ വിഷയത്തിൽ തൃപ്തി പ്രദാനം ചെയ്യട്ടെ, സന്തോഷം പ്രദാനം ചെയ്യട്ടെ, കാര്യങ്ങൾക്ക് എളുപ്പമാക്കി തരട്ടെ, ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. മൂത്രവാർച്ചയുള്ളവർക്ക് ഫർളിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം നിസ്കരിക്കാമോ? നിസ്കരിച്ചു കഴിഞ്ഞാൽ ഖുർആൻ കയ്യിലെടുത്ത് ഓതാമോ? മൂത്രവാർച്ചക്കാര് അതുപോലെ ഹൈദ് സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ എന്തുവാണ് നിങ്ങൾ പറയാറുണ്ടല്ലോ അല്ലെ? അവർ സംഗതി അവരെ ഒന്നിങ്ങനെ മുറിയാണല്ലോ അല്ലെ? ഹൈലല്ല, ഇസ്തിഹാദത്തുള്ള പെണ്ണ്, ഈ രക്തം പോക്കുള്ള സ്ത്രീകളുണ്ടല്ലോ, അവർക്ക് ഒന്നു ചെയ്തതിനു ശേഷം എന്ത് ഒരു രക്തം ഉറ്റി, അതൊരു അതൊന്നും മുറിഞ്ഞില്ലേ? ആ മൂത്രവാർച്ചക്കാരാവുമ്പോ ഒന്നൊക്കെ എടുത്ത്, പക്ഷെ നിസ്കരിക്കാണ്ട് പോകണതിന് മുമ്പായിട്ട് വീണ്ടും മൂത്രം വെറ്റി, അപ്പൊ അതോടുകൂടി ഒന്നും മുറിഞ്ഞില്ലേ? പക്ഷെ ഒരു മൂത്രവാർച്ച എന്ന രോഗമുള്ള ആളാണ്, അല്ലെങ്കിൽ രക്തം പോക്ക് എന്ന് പറയുന്ന രോഗമുള്ള ആളാണ് അല്ലെ? എന്നാലും പിന്നെ അവിടെ വേറെ മാർഗമൊന്നുമില്ല, അവർക്ക് അവർ ഒന്നുണ്ടാക്കണം, നിസ്കരിക്കണം എന്നാണ്. അതിന് പല നിബന്ധനകൾ നമ്മൾ പറഞ്ഞിരുന്നു. വഖത്ത് എത്തിയതിനു ശേഷമേ ഒന്നും ചെയ്യാൻ പറ്റുള്ളൂ. വഖത്ത് എത്തുന്നതിന് മുമ്പായിട്ട് ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. അപ്പൊ ളുഹർ നിസ്കരിക്കാൻ വേണ്ടി ളുഹർ ബാങ്ക് കൊടുക്കാൻ മുമ്പായിട്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ളുഹർ ബാങ്ക് കൊടുത്തതിന് ശേഷം, ളുഹറിന്റെ വഖത്ത് എത്തിയതിനു ശേഷം എന്ത് ചെയ്യണം? ഒന്നുണ്ടാക്കിയാൽ മാത്രം പോരാ, ഒക്കെ ശരിക്കും ഒന്ന് കഴുകി വൃത്തിയാക്കി ഒക്കെ ശരിക്കും വെച്ച് കെട്ടണം. ആ ഭാഗമൊക്കെ രക്തം വരുന്ന സ്ഥലമൊക്കെ, അത് മൂത്രവാർച്ചക്കാരാകുമ്പോ ആ മൂത്രം വരുന്ന ഭാഗങ്ങളൊക്കെ ശരിക്കും കഴുകി വൃത്തിയാക്കുക. കൂടുതൽ മൂത്രം പരക്കാതിരിക്കാനുള്ള മാർഗങ്ങളൊക്കെ സ്വീകരിക്കുക. അതുപോലെ ഇസ്തിഹാദത്തുള്ള പോലെ കൂടുതൽ രക്തം പരക്കാതിരിക്കാനുള്ള മാർഗങ്ങളൊക്കെ സ്വീകരിക്കുക. ചില ശീലൊക്കെ ശരിക്കും വെച്ച് കിട്ടി ഭദ്രമാക്കുക. എന്നിട്ട് ഉടനെ തന്നെ പെട്ടെന്ന് എടുക്കുക. എന്നിട്ട് ഒന്നുണ്ടാക്കി ഉടനെ തന്നെ വേഗം നിസ്കരിക്കുകയും ചെയ്യുകയാണ്. നിസ്കാരം പിന്തിക്കാൻ പാടില്ല. പക്ഷെ പിന്തിക്കാം ഏത്? നിസ്കാരത്തിന്റെ മസ്ലഹത്തിന് വേണ്ടി പിന്തിക്കാം. എന്താ നിസ്കാരത്തിന്റെ മസ്ലഹത്ത്? ജമാഅത്തിന് കാത്തിക്കാണ് നിൽക്കുക, എന്നാ പറ്റും? അത് നിസ്കാരത്തിന് മസ്ലഹത്താണത്. അതാണ് ഫലോ അഖറത്. ഈ ഇസ്തിഹാദത്തുള്ള പെണ്ണ് പിന്തിച്ചു, ഈ മസ്ലഹത്തി സ്വലാത്തി, നിസ്കാരത്തിന്റെ മസ്ലഹത്തിന് വേണ്ടി പിന്തിച്ചു. ഒന്നുണ്ടാക്കി ഉടനെ അവൾ നിസ്കരിക്കണില്ല, അവൾ പിന്തിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാ പിന്തിക്കണത്? നിസ്കാരത്തിന്റെ മസ്ലഹത്തിന് വേണ്ടിയാ. അതേപോലെയൊക്കെ സത്യത്തിലെ അവർത്ത് മറക്കുമ്പോൾ അവർത്ത് മറക്കണ്ടേ? അങ്ങനെ നിസ്കരിക്കാൻ പറ്റുക. അപ്പൊ അതിനു വേണ്ടി പിന്തിച്ചു. വഞ്ചമാരി ജമാഅത്തിനെ പ്രതീക്ഷിക്കാൻ വേണ്ടി. അതുപോലെ ഇജാബത്ത് മുഅദ്ദിന് ബാങ്ക് കൊടുക്കേണ്ട ആൾക്ക് ഉത്തരം നൽകാൻ വേണ്ടി, അത് അല്ലെങ്കിൽ അതിന് ഇഖാമത്തിന് കൊടുക്കണതിന് ഉത്തരം നൽകുക, അങ്ങനത്തെ വിഷയത്തിന് വേണ്ടി പിന്തിച്ചു നിൽക്കുക. എന്നാലോ അതോട് കാര്യമില്ല. അപ്പൊ നിസ്കാരത്തിന്റെ മസ്ലഹത്തിന് വേണ്ടിയുള്ള പിന്തിക്കല. അതുപോലെ മൂത്രവാർച്ചക്കാരാകുമ്പോ ഒന്നുണ്ടാക്കി പള്ളി പോവുക. അപ്പൊ അപ്പോഴൊക്കെ മൂത്രം കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന്. അപ്പൊ നിസ്കാരത്തിന്റെ മസ്ലഹത്തിന് വേണ്ടി പിന്തിക്കാം, അതല്ലാതെ പിന്തിക്കരുത്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി പിന്തിക്കാൻ പറ്റൂല. എന്താ കാരണം? അല്ലാതെ തൈക്കുന്നു നിൽക്കുക. തൈക്കാന്നാണ് മനസ്സിലാവൂലേ? അപ്പൊ വല്ലാതെ വിശക്കുന്നുണ്ട്, അപ്പൊ എന്ത് ചെയ്തു? ഈ മൂത്രവാർച്ചക്കാരൻ ഒന്നുണ്ടാക്കി ഉടനെ എന്ത് ചെയ്തു? ചോറ് കഴിക്കാനിരുന്ന് നിൽക്കുക. എന്നാലും പറ്റൂല.
കാരണം ആ പിന്തിച്ചത് നിസ്കാരത്തിന്റെ മസ്ലഹത്തിന് വേണ്ടിയല്ല. നേരെ വെച്ച് അവർക്ക് മടക്കുക, ബാങ്ക് കൊടുക്കുക, എക്കാമത്ത് കൊടുക്കുക, പള്ളി ജമാഅത്തിന് പോവുക, അതൊക്കെ നിസ്കാരത്തിന്റെ മസ്ലഹത്തിന് വേണ്ടി ഉള്ള പിന്തിക്കല. അത് പറ്റും. ഇവിടെ ചോദ്യപ്പാലല്ലേ, ചോദ്യം എന്താണ്? പിന്നെ സുന്നത്തസ്കരിക്കാൻ പറ്റുമെന്നാ? ഫർദ് മുമ്പുള്ള സുന്നത്തസ്കരിക്കാൻ പറ്റുമെന്നാ? എന്താ പറ്റുമെന്ന അഭിപ്രായം? നമ്മുടെ അഭിപ്രായം പറയാൻ പറ്റൂലല്ലേ? പറ്റുന്ന കാലഫി ശറഹിൽ ഉബാബി വലഹ, അവൾക്കുണ്ട്, പറ്റുന്ന ഇല്ലാന്നല്ല, ഉണ്ട് എന്നാണ് പറ്റുന്ന. വലഹ, ആ ഇസ്തിഹാദുള്ള പെണ്ണിന് പറ്റും. അത്തഖീറു, നിസ്കാരം പിന്തിക്കാൻ പറ്റും. ഈ സ്വലാത്തി റാത്തിബത്തിൽ ഖബ്ലിയത്തി, ഫർളിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി അത് പറ്റുന്ന. ഫർളിന്റെ മുമ്പുള്ള സുന്നത്തുണ്ടല്ല, റവാത്തിബ് സുന്നത്ത്, അതിനു വേണ്ടി എന്ത് ചെയ്യാൻ? പിന്തിക്കാം. കമഖ്തല്ലാഹു കലാമു റൗലത്തി. പിന്നെന്താ? പിന്നെ ഖുർആൻ ഓതാൻ പറ്റുമോ അല്ലേ? മുസാഹിഫ് പിടിച്ചുകൊണ്ട് ഖുർആൻ ഓതാൻ പറ്റുമോ എന്നാണ്. അതൊരു അഭിപ്രായ വ്യത്യാസം ഉള്ള വിഷയമാണ്. ഇസ്തിഹാദത്തുള്ള പെണ്ണ് അല്ലേ, ഇസ്തിഹാദത്തുള്ള പെണ്ണ് ഖുർആൻ നിർബന്ധമായ ഖുർആൻ ഓത്താണ്. ഉദാഹരണം അതിനുവേണ്ടി അവർക്ക് എന്ത് ചെയ്യാം? മുസാഹിഫ് ചുമക്കാം, മുസാഹിഫ് തൊടാൻ ചുമക്കാം എന്ന്. ഉദാഹരണം പറയുകയാണെങ്കിൽ അവർക്ക് ഫർദ് നിസ്കരിക്കണം, അവർക്ക് ഫാത്തിഹ ഓതുന്നത് നിർബന്ധമാണ്. ഫാത്തിഹ അവർക്ക് കാണാൻ അറിയില്ല. നിസ്കരിക്കാൻ നിർബന്ധമല്ലേ? ഒരു ഫർദ് നിസ്കരിക്കാൻ നിർബന്ധമാണ്. ഫർദ് നിസ്കാരം ശരിയാണെങ്കിലോ ഫാത്തിഹ ഓതണം. ഓർക്കാണെങ്കിൽ ഫാത്തിഹ കാണാൻ അറിയില്ല. അപ്പോൾ ഓർക്ക് എന്ത് ചെയ്യാം? മുസാഹിഫ് പിടിച്ചിട്ട് ഓതാവുന്ന. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് മൂത്രവാർച്ചക്കാരനെ പുരുഷനാണ്, ഓനക്ക് ഫാത്തിഹ ഓതുന്നത് നിർബന്ധമാണല്ലോ, ഫാത്തിഹ ഓൻ കാണാറില്ല. അപ്പൊ നിർബന്ധമായ ഓത്തിന് വേണ്ടി എന്ത് ചെയ്യാം? മൂത്രവാർച്ചക്കാർക്കും ഇസ്തിഹാദത്തുള്ള പെണ്ണൊക്കെ ഖുർആൻ തൊടുകയും പിന്നെ ചുമക്കുകയും ചെയ്യാം. അല്ലാതെ വെറുതുണ്ടല്ലോ, അല്ലാതെ വെറുതെ ഓതുകയാണ് അല്ലെ, വെറുതെ ഓതുകയാണ്. അപ്പൊ അതിന് നിസ്കാരം കഴിഞ്ഞ ശേഷം വെറുതെ അങ്ങനെ നമ്മൾ ഓതുമല്ലോ. അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? മുസാഹിഫ് തൊടാൻ പാടില്ല, ചുമക്കാൻ പാടില്ല. കാരണം എന്താ? അത് നിർബന്ധമായ ഓത്തല്ല, സുന്നത്തായ ഓത്താണ്. അത് വേണമെങ്കിൽ ഓൾക്ക് എന്ത് ചെയ്യാ? തൊടാതെ ഓതാല്ല. മുസാഹിഫ് ഇങ്ങനെ മുറിച്ചിട്ടായിരിക്കും നോക്കി ഓതല്ല, നോക്കി ഓതാണ് ഒളിവേണ്ടല്ലോ. തൊടാനല്ല ഒളിവേണ്ടത്, ചുമക്കാനല്ല ഒളിവേണ്ടത്, ഓതാനല്ല ഒളിവേണ്ടല്ലോ. അല്ലെങ്കിൽ കാണാതെ അഴിമാക്കാൻ ഓടിയാൽ മതി. അതിന് മുസാഹിഫ് നോക്കി ഓതാൻ നോക്കുകയാണെങ്കിൽ തൊടാതെ നോക്കി ഓതാം, വേറെ ആരെ കൊണ്ട് മറുപ്പിക്കുകയോ ചെയ്യാം, അങ്ങനെ പറ്റുള്ളൂ. പിന്നെ ഉസ്താദെ, നിസ്കാരവും ഒളുവും മദ്ഹബ് കുറച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അതാണ് ആദ്യം പറഞ്ഞത്. നിങ്ങൾ തൊടണ്ട, ഏതൊന്നും കൂടി പറയാം. തൊടണ്ട ആള് ഇപ്പോഴും ആണില്ലല്ലേ? അദ്ദേഹം ഇല്ല. ആക്ഷേപിക്കേണ്ട ആവശ്യമില്ല, കാരണം ജോലിക്കാരായിരിക്കേ. നമ്മളീ പറഞ്ഞ മാതിരിയല്ലല്ലോ. അതെ, ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ കേൾക്കണ്ടല്ലോ അല്ലേ? ഈ മദ്ഹബ് തഖ്ലീദ് ചെയ്യുന്നു വേണ്ട. ഞാൻ പറഞ്ഞ കേൾക്കണ്ടെങ്കിൽ കേൾക്കേണ്ട ഒരു രസടിക്കും. ഞാൻ പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിക്കുന്നെങ്കിൽ ഒരു രസടിക്കും. നിങ്ങളാ PM-യിലേ അദ്ദേഹം തിരക്കില്ലാത്തതുണ്ട്. എന്നാ പോട്ടെ, നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ഞാനിപ്പോ ഇവിടെ പബ്ലിക്കായിട്ട് ടെക്സ്റ്റ് ചെയ്യാൻ അങ്ങനെ പറഞ്ഞാൽ ഈ PM-ൽ ടെക്സ്റ്റ് ചെയ്താൽ ഞാൻ അങ്ങോട്ടാണ് നോക്കുന്നത്. ഈ PM ടെക്സ്റ്റ് ചെയ്യാൻ പറഞ്ഞ എന്തിനാണ് ചെണ്ട? ഒന്ന് ഞാൻ അതിൽക്കാൻ നോക്കുക, അതാണ് ഒരു കാരണം. മറ്റൊന്നും ഇപ്പൊ എന്ത് വേണ്ട, ഈ പബ്ലിക്കായിട്ട് ഇന്ന ആളാണ് ചോദ്യം ചോദിച്ചാളെന്ന് വേറെ ആരും അറിയും വേണ്ട അല്ലേ? ഇത് നീ പബ്ലിക് ടെക്സ്റ്റ് അയക്കുമ്പോ ആ ചോദ്യകർത്താവിന്റെ ആളെന്ന് അറിയില്ലേ? അത് വേണ്ട. അതിന് വേണ്ടപ്പോൾ ഞാൻ PM-ൽ അടിക്കാൻ പറഞ്ഞത്. അപ്പൊ ഏതായാലും ശരി, ഏതായാലും ഒന്നുണ്ടാക്കുമ്പോ തഖ്ലീദ് ചെയ്യുന്നു വേണ്ട. ഞാൻ പിന്നെ പ്രകാരമാണ് ഒന്നു ചെയ്യുന്നത് എന്നും തഖ്ലീദ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എന്ത് ചെയ്താലും എന്തുണ്ടായാലും മതി. പിന്നെ അവന്റെ നിസ്കാരം ഒരു ഇമാമും സഹിയാണെന്ന് പറയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ലാഞ്ഞാൽ മതി. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരാൾ തലയിൽ നിന്ന് അല്പം മാത്രമേ തടവിയുള്ളൂ. തല മുഴുവൻ തടകിയിട്ടില്ല, തലയിൽ നിന്ന് അല്പം മാത്രം തടവി. അപ്പോ അവന്റെ നിസ്കാരം ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് അതുപോലെ ഒളു സഹിയായിട്ടുണ്ട് അല്ലേ?
ഷാഫി ഇമാമിന്റെ അടുക്കൽ അവന്റെ ഒളു സഹിയായിട്ടുണ്ട്, തലയിൽ അല്പം മാത്രമേ തടവിയിട്ടുള്ളൂ. ഷാഫി ഇമാമിന്റെ അടുക്കൽ ഒളു സഹിയായിട്ടുണ്ട്. അങ്ങനെ അവൻ എന്ത് ചെയ്ത്, അങ്ങനെ അവൻ എന്ത് ചെയ്ത്, ആ ഒളുണ്ടാക്കുന്ന വരുന്ന സമയത്ത് ഒരു അന്യപ്പെണ്ണിനെ തൊടും ചെയ്ത്, ഒരു അന്യപ്പെണ്ണിനെ തൊടും ചെയ്തു. അങ്ങനെ അവൻ നിസ്കരിക്കുകയാണ്. ആ നിസ്കാരപ്പോ ഷാഫി ഇമാമിന്റെ അടുക്കൽ സഹിയല്ല. കാരണം എന്താ, അന്യപ്പെണ്ണിനെ തൊട്ടിട്ടുണ്ട്, അന്യപ്പെണ്ണിനെ തൊട്ട ഒളു മുറിയും. എന്നാ ഹനഫി ഇമാമിന്റെ അടുക്കൽ സഹിയാണ്, അവന്റെ ഒളു അല്ല. എന്താ കാരണം, പെണ്ണെ തൊട്ടാൽ ഹനഫി ഇമാമിന്റെ അടുത്ത് ഒന്നും മുടിയില്ല. പക്ഷെ അതേ സമയത്ത് അവന്റെ ഒരു സഹിയായിട്ടില്ല, തലയിൽ നിന്ന് അല്പം മാത്രമേ തടവിയിട്ടുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാൻ മതിയെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാക്കണം. നിങ്ങൾക്ക് അതല്ലാതെ ഒഴു ചെയ്യുമ്പോൾ മദ്ഹബ് തഖ്ലീദ് ചെയ്യുകയോ അത് നിസ്കരിക്കുമ്പോൾ ഒരു മദ്ഹബ് തഖ്ലീദ് ചെയ്യുകയോ വേണ്ടാണ്. പിന്നെ എന്തുണ്ടായാലും മതി, അവന്റെ നിസ്കാരം ഒരു ഇമാമും പറയാ എന്ത് അവൻ നിസ്കാരം സഹിയാണെന്ന്. അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ലാഞ്ഞാലും മതി. മനസ്സിലാക്കണമെങ്കിൽ പറഞ്ഞത് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞോത്തോളം മനസ്സിലാക്കാം, ബാക്കിയുള്ള പിന്നെ പറയാം. പറഞ്ഞോത്തോളം മനസ്സിലാക്കണാണ്. നിങ്ങൾ ഈ ജസാക്കല്ലാഹ് ഖൈർ ഞാൻ ഈ പറഞ്ഞത് ഉണ്ടാവൂലേ, മനസ്സിലാക്കി ഒരു രസം അടിച്ചാ പോരെ. മൂപ്പറൊക്കെ ഒരു ദ്വായുണ്ട്, ഇതിനോട് ഇങ്ങനെ കാത്തിക്ക. ഇത് പല ഭാഗം നമ്മൾ പറച്ചിട്ടാണ്. മനസ്സിലാക്കണം. യെസ്, അന്ന് എത്ര ഞങ്ങൾ ആ പണി കിട്ടി. മൂപ്പർ കുറെ ദ്വായൊക്കെയുള്ള അപ്പൊ അതൊക്കെ ഇതിണ്ടാക്കുന്ന താമസല്ലേ, അതിനോട് നമ്മളിങ്ങനെ കാത്തിരിക്കല്ലേ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാണത്, എല്ലാം മനുഷ്യന്മാരിങ്ങനെ ഇത് പല പ്രാവശ്യം നമ്മൾ പറയാറുള്ളതാണ്. മനസ്സിലായിക്കണോ? യെസ്. ഒരു ബട്ടമാണ് അമർത്തിയെങ്കിലേ സെൻഡ് ചെയ്താൽ നമുക്ക് ആ കാര്യം മനസ്സിലായി, ഇയാൾക്ക് സംഗതി മനസ്സിലായിട്ടുണ്ടെന്ന്. അപ്പൊ അതിന് പകരം ജസാക്കല്ലാഹ് ഖൈറൊക്കെ പറയുകയാണ്, എത്ര നേരത്തെ പിടിക്കും സെൻഡ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇനി അവിടെ വേറെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ ശ്രദ്ധിക്കും, നിങ്ങൾ ഈ ഒരു കർത്താവിനെ ശ്രദ്ധിക്കും. പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കാറുണ്ട്. ഇനി അഥവാ ഇനി ഒരാൾ എന്ത് ചെയ്തു, അയാള് നല്ല രീതിയിൽ ഒന്നും കൊടുത്തു, അതായത് നമ്മുടെ മതത്തിലെ എല്ലാ സുന്നത്തും എടുത്തുകൊണ്ട് ഒരാൾ ഒന്നു ചെയ്തു, തലക്ക് മുഴുവൻ തടവിക്കുന്നു, തലേന്ന് അല്പം നല്ല തടവിക്കുന്നത്, തല മുഴുവൻ തടവിയിട്ടുണ്ട്. അതുപോലെ കൈകാലുകളൊക്കെ തേച്ചരച്ചിരിക്കുന്നു, കൈ വെറും വെള്ളം ഒലിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, അത് പിന്നെ തേച്ചരക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ മതത്തിലെ സുന്നത്താണ് അങ്ങനെ അല്ലെ, ദൽക്കുലാഭാഗ സുന്നത്താണ്, അവയവങ്ങൾ തേച്ചരക്കുക, അത് പിന്നെ സുന്നത്താണ്. അപ്പൊ അങ്ങനെ നമ്മുടെ മതത്തിലെ സുന്നത്തൊക്കെ എടുത്തിട്ട് തലക്കെ മുഴുവൻ തടവിക്കൊണ്ട് ഒരാൾ ഒതു ചെയ്തു. അങ്ങനെ ഒന്നുണ്ടായിട്ട് നമസ്കരിക്കാൻ പോവുമായിരുന്നു. അങ്ങനെ ഒരു പെണ്ണ് ബനാൻ എന്ത് ചെയ്താൻ തൊട്ട് നിൽക്കുക, ഒരു അന്യപ്പെണ്ണ് ബനാൻ തൊട്ട്. ഇനി അവൻ എന്ത് ചെയ്യണം, ഇവനക്കാണ് വേറെ ഒന്നും ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല നിൽക്കുക. അവന്റെ ഒതു മുറിഞ്ഞില്ലേ, ഷാഫി മതം പ്രകാരം അവന്റെ ഒതു മുറിഞ്ഞു അല്ലേ, ഷാഫി മതം പ്രകാരം അവന്റെ ഒതു മുറിഞ്ഞില്ലേ. നിങ്ങള് മുറിഞ്ഞിക്കണെങ്കിൽ ഡ്രസ് അടിക്കങ്ങളെ മുറിഞ്ഞിക്കണ്, ഷാഫി മദ്ഹബ് പ്രകാരം അവന്റെ ഒളു മുറിക്കണം. സംഗതിയാണെങ്കിലും അവന്റെ ഒളുവാണെങ്കിലോ ഷാഫി മദ്ഹബ് പ്രകാരം എല്ലാ സുന്നത്തും കൊടുത്ത് ഒന്നുണ്ടാക്കിയതല്ല, തലക്ക മുഴുവൻ തടവി ശരീരങ്ങളൊക്കെ ശരിക്കും തേച്ച് അവയവങ്ങളൊക്കെ ശരിക്കും തേച്ചരച്ച് എല്ലാ സുന്നത്തും കൊടുത്ത് ഒന്നുണ്ടാക്കിയതാണ്. പക്ഷെ എന്തുണ്ടായിട്ട് എന്താ കാര്യം, ഒന്നുണ്ടാക്കിയിട്ട് നിസ്കരിക്കാണ് പോകുന്നതിന്റെ ഇടയിൽ എന്നെ കൊണ്ട് അവൻ തൊട്ട് നിൽക്കുക. ഇനി അവൻ വേറെ ഒന്നുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല നിൽക്കുക. അപ്പൊ അവൻ എന്ത് തഖലീദ് ചെയ്യാം, ഹനഫി മദ്ഹബ് തഖലീദ് ചെയ്യാം. എന്നാ പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ല. ഹനഫി ഇമാമിന്റെ അടുക്കല് പിന്നെ അന്യസ്ത്രീയെ തൊട്ടാ ഒന്നും മുറിയില്ലല്ലോ. ഞാനിപ്പോ ഈ നിസ്കാരം നിസ്കരിക്കുന്നത് ഹനഫി മദ്ഹബ് പ്രകാരമാണ്. അങ്ങനെ എന്ത് ചെയ്യാം, ഹനഫി മദ്ഹബ് തഖ്ലീദ് ചെയ്തുകൊണ്ട് നിസ്കരിക്കാം. ഇപ്പൊ മനസ്സിലായി എനിക്ക് അവന്റെ ഒളു. കാരണം എന്താണ്, അവന്റെ ഒളു ഹനഫി മദ്ഹബ് പ്രകാരം സഹിയായിട്ടുണ്ട് അല്ലേ, അവന്റെ ഒളു ഹനഫി മദ്ഹബ് പ്രകാരം സഹിയായിട്ടുണ്ട്. അവൻ ശരീരത്തോ ശരിക്കും തേച്ചു വച്ചിരിക്കുന്ന തല അല്പം മാത്രമല്ല തടവിയിട്ടുള്ളത്. അവന്റെ ഹനഫി മദ്ഹബ് പ്രകാരം അവന്റെ ഒളു സഹിയായിട്ടുണ്ട്. ഇനി അവൻ എന്ത് ചെയ്യാം, അവന്റെ സംസ്കാരം വേറെ ഒളു ചെയ്യാതെ ഹനഫി മദ്ഹബ് തഖ്ലീദ് ചെയ്തുകൊണ്ട് അവന് നിസ്കരിക്കാം. അത്രേ ഉള്ളൂ. അതല്ലാതെ ഓരോ അമൽ ചെയ്യുമ്പോൾ ഇതിന്റെ മദ്ഹബ് പ്രകാരമാണ് എന്നിങ്ങനെ തഖ്ലീദ് ചെയ്യുന്ന നിർബന്ധമില്ല. മനസ്സിലായല്ലോ എനിക്ക് കാര്യം? മനസ്സിലായല്ലോ? ആയിക്കോട്ടെ. ഞാൻ ചൂടായിക്കണമെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. കാരണം അത് എസ്സടിക്കാനേ അതാണ് ഏറ്റവും നല്ലതേ. മനസ്സിലായ ജയിച്ച വേഗം യെസ്. നമുക്ക് പിന്നെ ആ പി എമ്മിന് ഇയാളെ മറുപടി ഇങ്ങനെ കാത്തു കണ്ടല്ലോ, മറ്റേതിന് കുറെ താമസം വരും. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ്. പിന്നെന്താണ് നേരത്തെ എഴുതിയ ആയിക്കോട്ടെ, സാറില്ല അങ്ങനെ ഉണ്ടാവും ചിലപ്പോ അല്ലേ. മനസ്സിലായിക്കണം, അങ്ങനെ ഉണ്ടാവും കേട്ടോ. സോറി.
നമ്മളിങ്ങനെ മനസ്സിലാക്കണമെന്ന് ഞാൻ ചോദിക്കുന്നതിന് മുമ്പായിട്ട് ജസാക്കള്ള ഖൈർ ടെക്സ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതും സെൻഡ് ചെയ്താണ് എന്ന്. അപ്പൊ തെറ്റിന്റെ അടുത്താണ്, അദ്ദേഹത്തിന്റെ അടുക്കലല്ല, തെറ്റേന്റെ അടുക്കലാണ്. ഇതാണ് ഇവിടെ ഇത് നോക്കിയാൽ കാണാത്ത സ്ഥലത്തല്ലേ ഓരോരുത്തരുള്ളതല്ലേ, അവിടെയും ഇവിടെയൊക്കെയല്ലേ. അപ്പൊ അവര് എന്താ ചെയ്ത് നമുക്കിനെ അറിയില്ലോ. പിന്നെ ഉസ്താദെ, ഞാൻ ചോദിച്ചത് എന്റെ കടയിലെ ഒരാളുടെ പെങ്ങൾ ഉംറക്ക് വന്നപ്പോൾ ആയ ഫിദിയ ആണ്. അയാൾ ഞാൻ അതിന് മറുപടി പറഞ്ഞത് കേട്ടല്ലോ അല്ലേ? ഞാൻ അതിന് മറുപടി പറഞ്ഞിരുന്നു, അത് കേട്ടില്ല നിങ്ങള്? ഏത് ഫിദിയ കൊടുക്കേണ്ട ഹജ്ജിന്റെയും ഉംറയുടെയും ഭാഗമായ ഫിദിയ ഉണ്ടല്ലോ, അത് ഹറം പ്രദേശത്തായിരിക്കണം. ഹറമിന്റെ പുറത്ത് കൊടുക്കാൻ പറ്റൂല, ഹറം പ്രദേശത്ത് തന്നെ ആയിരിക്കണം. അതാണ്. പിന്നെ തെറ്റിപ്പറ്റി പൊറുക്കണം. അത് സാറിന് പടച്ചോനെ എന്താണ് പൊറുക്കണമെന്നൊക്കെ എന്നോട് ആവശ്യപ്പെടുന്നത് ഞാൻ പറയാൻ പാടില്ലല്ലോ. ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ പറയണ അതിന്റെ ഇടയില് ഇപ്പൊക്കെ. അല്ലാതെ ദുബായിലുള്ള ഞാൻ ജുമാക്ക് പോകുന്നത് ഔക്കാഫിന്റെ ഹനഫി പള്ളിക്കാണല്ലോ. അവിടെ തഖ്ലീൽ നിയ്യത്ത് ചെയ്യണോ? അതുപോലെ ഞാൻ ഈ പറഞ്ഞ കേൾക്കണേ ഒരു രസടിച്ചാണ്, ഒരു രസടിച്ചാ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കേൾക്കുന്നുണ്ടെങ്കിൽ ആ ചോദ്യക്കാരനെ ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നു, ഇപ്പൊ അവിടെ സ്ഥലത്തുണ്ടെങ്കിൽ രസടിക്കുകയെന്ന്. അദ്ദേഹം ഇല്ലാതെ വന്നു. പിന്നെ ഏപ്പിക്കാരെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന്റെ വിധി, അത് എനിക്ക് തോന്നുന്നു വേറെ അത് ചോദിക്കാൻ പറ്റുന്ന അതിന്റെ മുന്നേറാരാ? ഏപ്പിക്കാരെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വിധിയാന്ന് ചോദിക്കണത്. എനിക്ക് തോന്നുന്നു ERC-കൊണ്ട് ചോദിച്ചാൽ. അസ്സലാമലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. മൂത്രവാർച്ചക്കാരുടെ ഫർളിന്റെ മുമ്പുള്ള സുന്നത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ കേട്ടില്ലേ? ഞാൻ അതിന് മറുപടി പറഞ്ഞല്ലോ നേരത്തെ. ഫർളിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കാമെന്ന്. പിന്നെ ഖത്തം സ്ഥിരമായി ഓതാൻ കയ്യിൽ മൂത്രവാർച്ചകൾ പറ്റുകയില്ല. നിർബന്ധമായ ഓത്തിന് വേണ്ടി ഉണ്ടല്ലോ, നിർബന്ധമായ ഓത്തിന് വേണ്ടി മാത്രമേ പിന്നെ ഇസ്തിഹാദത്തുള്ള പെണ്ണും മൂത്രവാർച്ചക്കാരനായ പുരുഷനൊക്കെ മുസാഫ് തൊടാൻ പാടുള്ളൂ, നിർബന്ധമായ ഓത്തിന്. ഖത്തം സാധാരണ ഓതുന്നത് നിർബന്ധമായ ഓത്തല്ല. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാ, തൊടാതി ഓതാലോ. ഒരാൾ മുമ്പിലെല്ലാം മറിച്ച് കൊടുത്താൽ മതി. കഷ്ണം മരിക്കാരായാലും ഒരാളോട് പറഞ്ഞ കഷ്ണം മരിക്കും വരണം ഇല്ലേ? മൂത്രവാർച്ചക്കാരൻ്റെ രോഗമുള്ള ആളെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടും ചെയ്തില്ലേ? അപ്പൊ അങ്ങനെയാണ്, അല്ലാതെ തൊടാൻ പറ്റില്ല എന്നുള്ള. നിസ്കരിക്കുമ്പോൾ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് കരുതേണ്ടത് എന്തെല്ലാം ആണ്? തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് 3 കാര്യങ്ങളാണ് നിർബന്ധമുള്ളത്. ഫർളാണെങ്കിൽ ഫർള്, ഇന്ന നിസ്കാരമാണ് എന്ന് നിസ്കരിക്കുന്നു എന്നും, ഞാൻ നിസ്കരിക്കുന്നു എന്നും, പിന്നെ ഇന്ന നിസ്കാരം നിസ്കരിക്കുന്നു എന്നും. അത് ഫർളാണെങ്കിൽ ഫർള്, ഉസല്ലി ഫർള ളുഹ്ർ, അത്രേ ഉള്ളൂ. അപ്പൊ ളുഹ്റാണെങ്കിൽ ഉസല്ലി ഫർള ളുഹ്ർ. അപ്പൊ എന്തായി? ഉസല്ലി ഞാൻ നിസ്കരിക്കുന്നതായി, ഫർളാന്നുള്ളതായി. ഇന്ന നിസ്കാരം ളുഹ്റാണല്ലോ അല്ലെ, ഇന്ന നിസ്കാരം അത് പിന്നെ വേറെയാക്കി. അപ്പൊ അത്രേ ഉള്ളൂ. ഈ 3 കാര്യങ്ങളെ കരുതാൻ നിർബന്ധമുള്ളൂ, മറ്റുള്ളതൊക്കെ സുന്നത്താണ്. മുത്തവജ്ജിഹി അദാലില്ലാഹി തആല അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ സുന്നത്താണ്. നിസ്കരിക്കുന്നു ഇന്നത് ഫർള്, ഈ 3 കാര്യങ്ങളെ നിയ്യത്തിൽ ഉൾപ്പെടുത്തൽ നിർബന്ധമുള്ളൂ. പിന്നെ വടികൊണ്ട് പേജ് മറിക്കുകയോ ചെയ്യുക. ഏത് മുസാഹിന്റെ പേജുകളെ വടികൊണ്ട് പേജ് മറിക്കുകയോ ചെയ്യുക. ആ പേജിന് താങ്ങി നിൽക്കരുതെന്ന് ഉലമാക്കൾ പറയാറുണ്ട്. അപ്പൊ ചുമക്കല് സംഭവിച്ചു പോകും. ആ കഷ്ണം ചെയ്യാൻ, കഷ്ണം അങ്ങനെ മറിച്ചിടുക, വടി കൊണ്ടൊക്കെ മറിച്ചിടുക ചെയ്യാൻ. ആ വടിമ ഇങ്ങനെ കഷ്ണങ്ങൾ താങ്ങി പിടിച്ച് ഇങ്ങനെ നിൽക്കുക, നിർത്തുക, അത് ചെയ്യരുത് എന്ന്. അങ്ങനെ ആകുമ്പോൾ ചുമക്കൽ സംഭവിക്കുന്നു.
പിന്തിച്ച് ജംആക്കിയ നിസ്കാരങ്ങൾ ഖളാ ആയാൽ എന്ത് ചെയ്യണം? പിന്തിച്ച് ജംആക്കിയ നിസ്കാരം ഖളാ ആക്കിയാൽ പിന്നെ ഖളാ കൂട്ടണം. അങ്ങനെ വേറെന്താണ്? കുറ്റക്കാരനാവും ചെയ്ത് പിന്തിച്ച് ജംആക്കിയ നിസ്കാരം ലുഹ്റാസമുടെ അസറിന്റെ സമയത്ത് ജംആക്കി നിസ്കരിക്കാൻ കരുതി, പക്ഷെ എന്നിട്ടും അസർക്കും നിസ്കരിച്ചില്ല, മഗ്‌രിബിക്കാണ് നിസ്കരിക്കണത്. അപ്പൊ ഖളാ ആക്കിയ കുറ്റം ഉണ്ടാവുകയാണ്. കരുതി കുറ്റ ഖളാ ആക്കിയാണെങ്കിൽ നേരത്തെ അസർക്ക് അവൻ ഉറങ്ങിപ്പോയി നിൽക്കുക, എന്നാ പിന്നെ കുറ്റമില്ല, എന്നാ കുറ്റക്കാരനല്ല. പിന്തിച്ച് ജംആക്കിയ ശേഷം യാത്ര ഉപേക്ഷിച്ചാൽ എന്തു ചെയ്യും? അവൻ കുറ്റക്കാരനല്ല അല്ലെ? ഒരാളുടെ ഒരു ദുഹ്റാസം അസറിന്റെ സമയത്ത് ജംആക്കി നിസ്കരിക്കാന്ന് കരുതി അങ്ങനെ ചെയ്തു, അങ്ങനെ യാത്രയിലാവുള്ള അവൻ യാത്രയിലാണ്, ആ യാത്ര പൂർത്തിയാക്കിയില്ല. 2 മർഹല എത്തുന്നതിന് മുമ്പ് തന്നെ ആ യാത്ര ക്യാൻസലാക്കി നിൽക്കുക. എന്നാൽ അവൻ പിന്നിച്ച് ജംആക്കിയതിന്റെ പേരിൽ അവൻ കുറ്റക്കാരനല്ല. അവൻ കുറ്റക്കാരനല്ല. അവൻ ഖളാ കൂട്ടണം, ദുഹ്ർ ഖളാ കൂട്ടണം, അത് അതാ അല്ല ഖളാ കൂട്ടണം. പിന്നെ പക്ഷെ ആ ഖളാ ആക്കിയതിന്റെ പേരിൽ അവൻ കുറ്റക്കാരനല്ല. കാരണം ആ നിയ്യത്ത് വെച്ച സമയത്ത് അവൻ യാത്രക്കാരനായിരുന്നു, പിന്നീട് അവൻ പിന്നെ യാത്ര നിർത്തി വെക്കേണ്ടി വന്നതാണ്. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, എന്റെ മകനെ ഹിഫ്ളുൽ ഖുർആൻ പഠിക്കുന്നു ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നല്ല ഫഹ്മും നല്ല അഖലും തന്റെ ഇറക്കം പ്രദാനം ചെയ്യട്ടെ. വിശുദ്ധ ഖുർആൻ വേഗം മനഃപ്പാഠമാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. മനഃപ്പാഠമാക്കിയത് അത് മറന്നു പോവാതെ സൂക്ഷിക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ഒരു ഹാഫിളിന് അല്ലാഹു നൽകുന്ന എല്ലാ വക ആനുകൂല്യവും അതിന്റെ ഫളലും ശ്രേഷ്ഠതയും ഒക്കെ അവന് അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ളുഹ്ർ, അസ്ർ എന്നീ നിസ്കാരങ്ങൾ ഇമാമിനോട് കൂടി നിസ്കരിക്കുമ്പോൾ മഅ്മൂം സൂറത്ത് ഓതേണ്ടതുണ്ടോ? സുന്നത്താണ്. മഅ്മൂമിന് സൂറത്ത് ഓതൽ സുന്നത്താണ്. മഅ്മൂമിന് സൂറത്ത് ഓതേണ്ടതുണ്ട്. ഒറ്റ നിസ്കരിക്കാൻ അങ്ങനെ തന്നെയാണല്ലോ. സൂറത്ത് ഓതൽ നിർബന്ധമല്ല, സൂറത്ത് ഓതൽ സുന്നത്താണ്. അപ്പൊ സിരിയ നിസ്കാരമാണ്, ഉറക്കെ ഓതുന്ന നിസ്കാരമല്ല, പതുക്കെ ഓതുന്ന നിസ്കാരമാണ്. അപ്പോൾ മഅ്മൂമിന് സൂറത്ത് ഓതൽ സുന്നത്തുണ്ട്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, തിരക്കുള്ള സമയത്ത് അവസാനത്തെ തഹിയ്യാത്തിൽ ഇഫ്തിറാഷ് ഇരുത്തം ഇരിക്കാമോ? ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരിക്കാന്ന് പറഞ്ഞാലൊക്കെ അതൊക്കെ ആദ്യത്തെ തഹിയ്യാത്തിൽ ഇഫ്തിറാഷിന്റെ ഇരുത്തം, അവസാനത്തെ തഹിയ്യാത്തിൽ തബറുക്കിന്റെ ഇരുത്തൊക്കെ സുന്നത്താണ്. അതെല്ലാം അവസാനത്തെ തഹിയ്യാത്തിൽ ഒരാൾ ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരുന്ന് നിൽക്കുക, അത് നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല. എനിക്കൊക്കെ ഇപ്പൊ ഈ തബറുക്കിന്റെ ഇരുത്തം ഇരിക്കാൻ തന്നെ വയ്യപ്പോ. പണ്ടൊക്കെ വെച്ചിരുന്നു, ഇപ്പൊ ഈ തടി കുറച്ച് കൂടിയപ്പോഴേ അതിന് സാധിക്കണില്ല അല്ലേ? ചിലർക്കൊക്കെ ഇപ്പൊ അങ്ങനെയുണ്ട്. പിന്നെ അത് ആദ്യം കൂടെ അങ്ങനെ ശ്രദ്ധിക്കാത്തതിന്റെ പേരിൽ എനിക്ക് തോന്നുകയാണ്. ഇങ്ങനെ ഗൾഫിൽ വന്നതിന് ശേഷം ഇങ്ങനെ ആദ്യം തന്നെ അങ്ങനെ തവറക്കിന്റെ ഇരുത്തം ഇരുന്ന് അങ്ങനെ വരികയാണ്. കുറച്ച് തടി കൂടിയ സമയത്തും അങ്ങനെ പറ്റിയെന്ന് തോന്നുന്നത്. ഏതായാലും ഇപ്പൊ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കേക്ക് ഉസ്താദ് ഇന്ന് ഇഫ്തിറാഷിന്റെ ഇരുത്തം നിൽക്കാൻ വെച്ചിരുന്നില്ല. അദ്ദേഹം എപ്പോഴും തബറുക്കിന്റെ ഇരുത്തായിരിക്കുക. 2 സുജൂദിന്റെ ഇരുത്തുണ്ടല്ലോ, അതും ആദ്യത്തെ തഹിയ്യാത്തിനും ഒക്കെ അവസാനത്തെ തഹിയ്യാത്തിന് ഇരിക്കുന്ന പോലെ തബറുക്കിന്റെ ഇരുത്താണ് ഇരുന്നത്. അതിന്റെ കാരണം ഉസ്താദ് ബോധിപ്പിക്കുകയും ചെയ്തു. ഞാനങ്ങനെ ചെയ്യണത് എന്റെ കാലിന് വയ്യാണ്ടാണ് കേട്ടോ, എന്റെ കാലിന് എന്റെ തടി താങ്ങാൻ വയ്യ എന്നാണ് സംസാരം. അങ്ങനെയാണല്ലോ, എന്റെ കാലിന് എന്റെ തടി താങ്ങാൻ വയ്യ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇരിക്കും കേട്ടോ പറഞ്ഞത്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം പറഞ്ഞല്ലോ അല്ലേ? പിന്നെ ഈ ചോദ്യം ദുബായിലെ ഞാൻ ജുമാക്ക് പോകുന്നത് ഔഖാഫിന്റെ ഹനഫി പള്ളി എല്ലാം അവിടെ ആ ചോദിച്ചാൽ വരണ്ട, അവിടെ തഖ്ലീൽ നിയ്യത്ത് ചെയ്യണമെന്നൊക്കെ ചോദിച്ചാൽ വരണ്ടെങ്കിൽ ഒരു എസ് അടിക്കണേ, നിങ്ങൾ ആ PM എസ് അടിക്കണം. അദ്ദേഹത്തിന്റെ മറുപടി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അസ്ർ നിസ്കാരം മഗ്‌രിബിനോട് അടുത്ത് നിസ്കരിക്കുന്നതിന്റെ വിധി എന്താണെന്ന് വെച്ചാൽ ജായിസാണ്. നിസ്കാരം മുഴുവൻ അസർ നിസ്കാരത്തിന്റെ അതിന്റെ മുമ്പായിട്ട് നിൽക്കുക, എന്നാലും അതിന്റെ പേര് കുറ്റക്കാരനല്ല. പക്ഷെ അഫ്ളലായ സമയം നഷ്ടപ്പെട്ടു.
അത്രയും പിന്തിക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത്. ഏതായാലും അത്രയും പിന്തിച്ച നിസ്കാരം അതാത് തന്നെയാണ്, ഖളാ അല്ല. അത്രയും പിന്തിച്ചതിന്റെ പേര് അല്ലാഹു തആല ശിക്ഷിക്കൊന്നുമില്ല. ഏത് നിസ്കാരം മുഴുവൻ സലാം വീട്ടലടക്കം മഗ്‌രിബിന് മുമ്പ് ലഭിച്ചിട്ടുണ്ട്, അസറിന്റെ സമയത്ത് തന്നെ ലഭിച്ചിട്ടുണ്ട്. ഏതാണ്ട് അതിന്റെ പേരിലാണ് കുറ്റക്കാരനല്ല എന്ന്. അസ്സലാമു അലൈക്കും വലൈക്കും സലാം റഹ്മത്തുള്ളാഹി. നിത്യാശുദ്ധിക്കാരനായ ഒരാൾ തവാഫ് ചെയ്തുകൊണ്ടിരിക്കെ എന്തെങ്കിലും ഒരു വഖത്ത് പ്രവേശിക്കുകയും പുറത്തു കടന്ന് വുളൂ ചെയ്യാൻ കഴിയാത്ത സാഹചര്യം വന്നാൽ എന്ത് ചെയ്യണം? എന്ത് ചെയ്യാന്നാണ് വഖത്ത്. പിന്നെ നിത്യാശുദ്ധിക്കാരനാണെങ്കിൽ ഒരു ഒലു കൊണ്ട് ഒരു ഫർളേ പറ്റുള്ളൂ. തവാഫിനും നിസ്കാരത്തിനും കൂടി ഒരു ഒലു പറ്റുകയില്ല. അതിന്റെ ഇടയിൽ നിസ്കാരത്തിന് വഖത്ത് എത്തി നിൽക്കുക. എന്നാൽ ആ നിസ്കരിക്കണമെങ്കിൽ വേറെ ഒലു കൊടുക്കണം. ഒരു ശുദ്ധി കൊണ്ടേ നിത്യശുദ്ധിക്കാരൻ തവാഫ് ചെയ്യാൻ വേണ്ടിയും നിസ്കരിക്കാൻ വേണ്ടിയും കൂടി ഒരു ഒളു പറ്റുകയില്ല. തവാഫ് ചെയ്യാൻ വേറെ ഒളു, നിസ്കരിക്കാൻ വേറെ ഒളു വേണം. എത്രത്തോളം ഖുതുബന്റെ അടിമാനുണ്ടല്ലോ അല്ലെ? ഖുതുബക്ക് വേറെ ഒളു, നിസ്കരിക്കാൻ വേണ്ടി വേറെ ഒളു. പടച്ചവനെ, അവനെ അവിടെ നിസ്കരിക്കാൻ നിൽക്കണ്ട, അതാണ് നല്ലത് അല്ലേ? അവന് അവിടെ അവന്റെ തവാഫാണ് പൂർത്തിയായിക്കോട്ടെ. എന്നിട്ട് പുറത്ത് പിന്നെ തവാഫ് കഴിഞ്ഞല്ലോ, ഇനി നിസ്കരിക്കാൻ വേണ്ടി പുറത്തു പോയിട്ട് വേറെ ഒന്നുണ്ടാക്കി വരിക, എന്നിട്ട് നിസ്കരിക്കുക. അസ്സലാമു അലൈക്കും വലൈക്കും സലാം റഹ്മ. ഉളു എടുത്ത് നജസ്സിൽ ചവിട്ടിയാൽ ഉളു മുറിയുമോ? ഇല്ല. ഉളു എടുത്ത് നജസ്സിൽ ചവിട്ടിയാൽ ഉളു മുറിയൊന്നുമില്ല. പക്ഷെ നജസ് കഴിക്കണം, നിസ്കരിക്കാൻ ആ നജസ് കഴിക്കണം, ഇത്രേ ഉള്ളൂ. അല്ല ഉളു മുറിയൊന്നുമില്ല. അസ്സലാമു അലൈക്കും വലൈക്കും സലാം റഹ്മ. ഉസ്താദെ, കടം വിടാൻ ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹദായ ഫളൽ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് നിങ്ങളുടെ കടക്ക് വേഗം വീട്ടി തരട്ടെ. കടം വീട്ടാനുള്ള ഹലാലായ മാർഗം, സമ്പത്ത് നിങ്ങൾക്ക് അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വലൈക്കും സലാം റഹ്മ. ഉസ്താദെ, എന്റെ എളാപ്പ ഉംറക്ക് പോയി തിരിച്ചു വന്നപ്പോൾ ജോലി നഷ്ടപ്പെട്ടു. ആ ജോലി അല്ലെങ്കിൽ അതിനേക്കാൾ നല്ല ജോലി തിരിച്ച് കിട്ടാൻ ഉസ്താദ് ക്ലാസ് റൂമിൽ ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനേക്കാളും ഖൈറായ ജോലി എളാപ്പാക്ക് കൊടുക്കട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹദായ ഫളൽ കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും അതിനേക്കാളും ഖൈറായ ജോലി അല്ലാഹു തആല നിങ്ങളുടെ എളാപ്പാക്ക് കൊടുക്കട്ടെ. അതിൽ അല്ലാഹു ഖൈറും ബർക്കത്തും എളാപ്പാക്ക് നല്ല തൃപ്തിയും ഒക്കെ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. ഖുതുബയുടെ ഇടയിൽ ഇമാമിന്റെ വുളു മുറിഞ്ഞാൽ എന്ത് ചെയ്യണം? ഖുതുബന്റെ ഇടയിൽ വുളു മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കണം. വേറെന്താണ്? വേഗം ഉണ്ടാക്കി വരണം. ഫസ് ദീർഘമായിട്ടില്ല നിൽക്കുക, എന്നാ പിന്നെ ബാക്കിയുള്ള ഓതിയാൽ മതി. അതല്ലെങ്കിൽ ആദ്യം തന്നെ ഖുതുബ തുടങ്ങും, പിന്നെ നിർവഹിക്കുകയും വേണം. അതാണ് ഖുതുബന്റെ ഇടയിൽ വുളു മുറിഞ്ഞാലേ, നിസ്കാരത്തിന്റെ ഇടയിൽ വുളു മുറിഞ്ഞാലൊക്കെ എന്താ ചെയ്യേണ്ടത്? നിസ്കാരം കഴിച്ച് പോയിട്ട് വേറെ ഉണ്ടാക്കണ്ടേ? അതുപോലെ തന്നെ എത്തുള്ളത് ഒന്നും ഇല്ലാതെ ഖുതുബ പറയാൻ പറ്റൂല്ലോ. പിന്നെ അത്തഹിയ്യാത്തിന് വിരൽ അനക്കാൻ പറ്റുമോ? വിരൽ അനക്കാൻ നിസ്കാരം ബാത്തിലാവുന്നില്ല, വിരൽ അനക്കാതിരിക്കലാണ് സുന്നത്ത്. അത്തഹിയ്യാത്തിലെ വിരലിങ്ങനെ അനക്കാതിരിക്കണേക്കാളും സുന്നത്ത് പിന്നെ വിരൽ അനക്കുന്നതല്ല സുന്നത്ത്, വിരൽ അനക്കാതിരിക്കലാണ് സുന്നത്ത്. ഇനി ഒരാൾ വിരലിങ്ങനെ അനക്കി നിൽക്കുക, 3 വട്ടം കഴിഞ്ഞ് 10 എത്ര വട്ടം അനക്കിയാലും നിസ്കാരം ബാത്തിലാകുക. അതൊന്നൊരു അവയവം ഒന്നാകാൻ അനങ്ങണതല്ലേ, അതിൽ വിരൽ മാത്രം അനങ്ങണത്. ബാത്തിലാണ് 3 പിന്നെ കൈയൊക്കെ ഒന്നാകണങ്ങി നിൽക്കുക 3 പ്രാവശ്യം തുടർച്ചയായി, എന്നാലും നിസ്കാരം ബാത്തിലാവും. വിരൽ മാത്രം ഇങ്ങനെ അനങ്ങി, അല്ലെങ്കിൽ ചെവി മാത്രം ഇങ്ങനെ അനങ്ങി, അതൊന്നും നിസ്കാരം ബാത്തിലാവില്ല. പിന്നെ നബി അനക്കിയാൽ സുന്നത്തിന്, അതൊക്കെ എന്തെല്ലാം ഹദീസുണ്ട് ചിലപ്പങ്ങള്. നബി അനക്കിയ അല്ലേ, എന്താ ഇപ്പൊ നമ്മുടെ ഇമാമികളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്? ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വിരൽ അനക്കിയാനുള്ള ഹദീസുണ്ട്, അനക്കിയുള്ള ഹദീസുണ്ട്, രണ്ടുണ്ട്. റസൂലുള്ളാഹി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത് വിരലിങ്ങനെ ഉയർത്തി പിടിച്ചു എന്ന ഹദീസുണ്ട്. അത് വേറെ ഹദീസിന് ഇങ്ങനെയുണ്ട്, റസൂലുള്ളാഹി വിരൽ അനക്കി എന്നുള്ള ഹദീസുണ്ട്. അപ്പൊ ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ആ 2 ഹദീസും കണ്ട ആളാണേ, അല്ലേ? ആ 2 ഹദീസും കണ്ട ആളാണ് ഷാഫി ഇമാമ്. ആ 2 ഹദീസും ഷാഫി ഇമാമ് കണ്ടു. അപ്പോൾ ഒരു ഹദീസം തള്ളുക എടുക്കല, അതാ വേണ്ടത് അല്ലേ?
അനക്കിയിലുള്ള ഹദീസ് ഉണ്ട്, അനക്കിയുള്ള ഹദീസുണ്ട്. അപ്പൊ ഒന്നാമത്തെ എന്താ അല്ലെ, അനക്കിലാണ് ആന്റെ പോട്ടെ എന്നുള്ളത്, അനിക്ക അങ്ങനെ വേണ്ടത് അല്ല. ആ രണ്ട് ഹദീസിന്റെ ഒരു സ്വഭാവം മനസ്സിലാക്കണം. അപ്പൊ ഷാഫി ഇമാം എന്ത് ചെയ്തു? നിസ്കാരത്തിന്റെ ഹൈഅത്തിനോട് ഏറ്റവും യോജിച്ചത് അനങ്ങലും അനങ്ങാതിരിക്കലല്ലേ അല്ലേ? നിസ്കാരത്തിനോട് യോജിപ്പതാണ്, ഏറ്റവും യോജിപ്പതാണല്ലോ. എങ്ങനെ അനങ്ങലും നിസ്കാരം അനങ്ങാതിരിക്കലാണ് നിസ്കാരത്തിനോട് ഏറ്റവും യോജിപ്പ്. അപ്പോ അതിന് പുറമെ പിന്നെ അനക്കിന്ന് ആ പറഞ്ഞത് റസൂല വിരൽ അനക്കുന്നത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ആ അനക്കലാണ്, അതാണ് ആ അനക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷാഫിമാ പറഞ്ഞത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ വിരൽ അണ്ട് ഉയർത്തുമല്ലോ അല്ലെ, അപ്പോൾ ഉണ്ടാവുന്ന അനക്കണ്ടല്ലോ, ആ അനക്കമാണ് ആ ഹദീസിൽ പറഞ്ഞത് എന്നാണ്. പിന്നെ പോയി പണിയൊക്കെ ചങ്ങായി, ഈ പറഞ്ഞ എനിക്ക് മനസ്സിലാവില്ല, ഈ പറഞ്ഞ മനസ്സിലാവില്ല. മൂപ്പര് ഈ പറഞ്ഞ കേൾക്കൂല, എന്നിട്ട് ഇങ്ങനെ വേറെ ഓരോ പിന്നെ പിരാന്തിക്ക് കിടക്കും. ഈ രണ്ട് ഹദീസും ബഹുമാനപ്പെട്ട ഷാഫി ഇമാം കണ്ടിട്ടാണ് പറഞ്ഞത്. ഈ അനന്തരത്തിന്റെ ഹദീസേ ഉള്ളൂ, അനക്കിയുള്ള ഹദീസാണ്. വേറെ അനക്കില്ലാന്ന് ഹദീസ് കണ്ടുപിടാ. അത് റസൂല ചെയ്ത് തന്നെയാണ്. അതും റസൂല അനക്കാതെ കൈ ഉയർത്തി പിടിച്ചു, അതും തന്നെയാണ്, അതും ഹദീസ് തന്നെ, ഇതും ഹദീസ് തന്നെ. അപ്പൊ ആ രണ്ട് ഹദീസിന്റെ സ്വഭാവം മനസ്സിലാക്കിയിട്ടാണ് അതുകൊണ്ട് ഹുക്മ് പറയാ. അല്ല ഒരു ഹദീസ് കാണുമ്പോൾ ആയിട്ട് കണക്കലല്ല. ഇത് മൂപ്പര് ഓണപ്പോ ഏറ്റിങ്ങനെ ഉണ്ടാക്കുക, ഇത് റസൂല അന്നക്കായി വലിയ ഇമാമാണോ അങ്ങനെ എങ്ങനെയാണ്. അതുപോട്ടെ. ഓരോരുത്തർ അല്ലേ, ഓരോരുത്തര് ആരാണ് ഇവരൊക്കെ? ഒരു 10 ഹദീസ് അറിയോ? 10 ഹദീസ് എനിക്കറിയോ? മൈക്കത്തിൽ 10 ഹദീസ് ചോദിക്കാം വേഗം. ഒരു 10 ഹദീസ് പോയി പണിയൊക്കട്ടെ. ഇത് ദീനാരത്ത ഒരു കാര്യം, ഒരു ഹദീസ് കണ്ട അത് വെച്ച് മാത്രം അന്വയിക്കുക. അത് സംബന്ധമായി വേറെ എന്തെല്ലാം ഹദീസ് ഉണ്ട് ആ നോക്കാതിരിക്കുക. അതാ ദീന്. ഒരു വിഷയത്തിൽ എത്ര ഹദീസ് ഉണ്ടാവും കുട്ടി? ഒരുപാട് ഹദീസുകൾ ഉണ്ടാവും ഒരു വിഷയത്തിൽ. അപ്പോൾ എന്താണ് ആ ഹദീസിന്റെ സ്വഭാവം? അതൊക്കെ നോക്കിയിട്ടാണ് ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ ഒരു മസല പറയാ. അല്ല ഒരു ഹദീസ് കാണുമ്പോൾ അഞ്ചാറിലല്ല. അപ്പോ തവള, ആമ, ഞണ്ട് എന്നിവ കഴിക്കാമോ? പെരിച്ചാഴി കഴിക്കാമെന്ന് പറയുന്നത് ശരിയാണോ? തവള കഴിക്കാൻ പാടില്ല, പക്ഷെ തവളയെയും കഴിക്കാൻ പാടില്ല, ആനയെയും കഴിക്കാൻ പാടില്ല. ഞണ്ട് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞണ്ട് കഴിക്കാമെന്നും ഇമാമിങ്ങൾ പറഞ്ഞ ചുരുക്കി പറയുന്നത് അത് കറാഹത്താണ്. ആ തവളന്റെ ഇറച്ചി കഴിക്കൽ ഹറാമാണ്, ആമന്റെ ഇറച്ചി കഴിക്കലും ഹറാമാണ്, ഞണ്ട് കഴിക്കൽ കറാഹത്താണ്, പെരിച്ചാഴിയെ കഴിക്കൽ ഹലാലുമാണ്. പെരിച്ചാഴി നല്ല രസമുള്ള സാധനല്ലേ? ഞാന് ഈ പ്രാവശ്യം പറഞ്ഞപ്പോ ഞാനൊരു വിഷയം ഇങ്ങനെ പറഞ്ഞപ്പോ എന്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പറയുന്നു. അപ്പൊ എന്റെ ചെറിയ അഞ്ചെന്റെ സമ്മത്. അപ്പൊ നമ്മള് ഭാര്യ ഓൻ കേക്കണ്ടാറിഞ്ഞ് ഓനങ്ങനെ ഹലാലാന്ന് അറിഞ്ഞപ്പോ എവിടെയുള്ളൊക്കെ ഒന്നൊക്കെ പിടിച്ചോണ്ടിരുന്ന് അറിഞ്ഞു. അപ്പോ ഏതായാലും ശരി, സംഗതി അതാണ്. പെരിച്ചാഴി കഴിക്കാന്ന പെരിച്ചാഴിയിൽ എന്താണാവില്ലേ? ആമ ഹറാമാണ്, ആമനെ കഴിക്കാൻ പാടില്ല. പിന്നെ അതാണ് പ്രബലമായ അഭിപ്രായം. ആമനെ കഴിക്കാൻ പാടില്ല എന്ന പ്രബലമായ അഭിപ്രായം. പിന്നെ പെരിച്ചാഴി എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു ജീവിയാണ്. അത് ഈ പൂച്ചന്റെ മാതിരിയൊന്നല്ല. ഈ അതൊന്നും തിന്നുന്നില്ല. ഈ പെരിച്ചാഴി കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ മാത്രം ഇങ്ങനെ കഴിച്ച് തിന്നുന്ന ജീവിയാണ് അല്ലേ? കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ഈ പൂളക്കിഴങ്ങും ചക്കരക്കിഴങ്ങും ഒക്കെ ഇങ്ങനെ മാന്തിട്ട് തിന്നുക, അതൊക്കെ ചെയ്യുമല്ലോ. അല്ലാതെ ഈ മോശമായ മറ്റേ ഷാഫ്റ്റൊക്കെ അങ്ങനത്തെ കഴിക്കും. അതുകൊണ്ട് കുഴിമയൽ പേരനുണ്ടായിന്, കുഴിമയൽ. അത് വേറെയാണ്. പെരിച്ചാഴി കോഴിനോ?
ദേവസിക്കുകയെന്ന് പെരിച്ചായം ഇല്ലല്ല ഇല്ലല്ല. നമ്മള് കീരിയാണ് അതിന് ഇതിന്റെ കോഴിനെ കുറിച്ചുണ്ടോ അതില് കീരിയൊക്കെ പിടിക്കും ചെറിയ കോഴിക്കുട്ടികളൊക്കെ ആണെങ്കിൽ. പെരിച്ചാഴി അതല്ല. പെരിച്ചാഴി എന്ന് പറഞ്ഞാൽ വേറെ ഒരു എലിന്റെ എന്നെക്കായും വലിയ സാധനമാണ്. കാണാൻ കുറച്ചൊക്കെ വൃത്തിയുള്ള സാധനമാണ്. അത് കിഴങ്ങ് വർഗ്ഗങ്ങൾ മാത്രമേ കഴിക്കൂ. അപ്പൊ അതാണ്. അപ്പൊ അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ അല്ലോ. ഏതായാലും ഒരുപാട് PM ഉണ്ട് അല്ലേ. അപ്പൊ ഇനിയിപ്പോ അത് എനിക്കത് പുറത്തു പോകേണ്ടതുണ്ട്. അപ്പോ RCK ഒക്കെ കണ്ടല്ലോ. അന്നിപ്പോ നല്ല സംവാദമൊക്കെ നടന്നു. സംവാദമല്ല, നല്ല പരിപാടിയൊക്കെ നടന്നതാണ്. സംവാദം ആ സംവാദം അൽഹംദുലില്ലാ സംവാദത്തിൽ നമ്മൾ വലിയ ഒരു വിജയ ആഹ്ലാദം നടത്തിയെന്നല്ലേ. അതിന്റെ ഇടയിൽ നമ്മുടെ ഒരു ഇസ്ലാഹി വൺ ഉണ്ടായിരുന്നു. ഇസ്ലാഹി വൺ കണ്ട് ഞങ്ങളാണ് വിജയിച്ചതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ RCK ഉണ്ടായിക്കോട്ടെ, ഞങ്ങൾ അന്ന് പ്ലേ ചെയ്തോളിക്കുന്ന നിങ്ങളെ റൂമിന് പ്ലേ ചെയ്താണെന്ന്. അങ്ങനെ വലിയൊരു വിജയം അത് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ റൂമിൽ അവർക്കൊന്നും പ്ലേ ചെയ്യണ്ടല്ലേ. നിങ്ങൾ പ്ലേ ചെയ്ത് 3 ദിവസം അല്ലെ ഒരാഴ്ച ആയിട്ട് പ്ലേ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഇത് മൂപ്പരതിന്റെ ഔദ്യോഗിക ആളില്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അപ്പൊ 3 ദിവസം ഒരാഴ്ച വേണ്ട 3 ദിവസം ആയിക്കോട്ടെ. അപ്പോഴാണ് മൂപ്പർ പറഞ്ഞു ഞാൻ അതിന്റെ ഔദ്യോഗിക ആളെന്നല്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്നാൽ നിങ്ങളുടെ ഇസ്ലാഹി വൺ എന്ന അതേ ഐഡിയിൽ ഞങ്ങളുടെ റൂമിൽ ഒരു 7 ദിവസങ്ങൾ പ്ലേ ചെയ്തോളി അറിഞ്ഞു. അൽഹംദുലില്ലാ നമുക്ക് അത്രയും അങ്ങനെയൊക്കെ പറയാൻ സാധിക്കേണ്ടതല്ലേ. കാരണം നമ്മുടെ വഴി അത്ര ക്ലിയറാണ്. ഒരു ആശങ്കയും ഒരു സംശയമൊന്നുമില്ലാത്ത വളരെ ക്ലിയറാണ് നമ്മുടെ വഴി. അതുകൊണ്ട് തന്നെ എവിടെയും എളിഞ്ഞു പറയാൻ സാധിക്കും നമുക്ക് എന്തൊരു വിഷയം. പിന്നെ ഇൻഷാ അല്ലാഹ് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാമെന്നാണ് RCK പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് അതുവരേക്കും ഞാൻ ഒരു 2-3 PM RCK ചെയ്യാൻ വരും. അപ്പോ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, വീട് പണി പൂർത്തീകരിക്കാൻ ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് കഴിയുന്നില്ല. ദുആ ചെയ്യണം. കടം കൊണ്ട് വലിയ വിഷമമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കടക്ക് വീട്ടി തരാം. കടം ഉണ്ടാവരുത് കേട്ടോ. അത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മൾ വീട് പണിയൊക്കെ തുടങ്ങിയാലേ കടം വാങ്ങിട്ട് ആ പണി പൂർത്തിയാക്കാൻ നിൽക്കരുത്. അത് നമ്മൾ സാധാരണ കടക്കെ വരല് നമ്മൾ വലിയ വീടുണ്ടാക്കുക, അതുപോലെ അതിന്റെ ഫിനിഷിംഗ് വർക്ക് പൂർത്തിയാക്കുക, എന്നിട്ടൊക്കെ അതിൽ കുടുങ്ങിക്കൊള്ളൂ എന്നൊരു വാശി നമുക്ക് ഉണ്ടാകുക. അതിനു വേണ്ടി നമ്മൾ അവരിൽ വരുന്നൊക്കെ കടം വാങ്ങുക, അങ്ങനത്തെ സ്വഭാവം ഉണ്ടാകരുത്. നമ്മൾക്ക് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ അതോട് വീടുന്ന പഴയ കാലത്തൊക്കെ ഞങ്ങളുടെ വീടുണ്ടാക്കുക. പഴയ കാലത്തൊരു വീടുണ്ടാക്കുക പറഞ്ഞാലേ ആദ്യം തറ ഉണ്ടാക്കും. എന്നിട്ട് ആ എന്നിട്ട് പൂർത്തിയാക്കാൻ സാധിക്കില്ലെങ്കിൽ അതിന്റെ മേൽ നെടുമ്പര വെച്ചിട്ട് ഓല കൊണ്ടൊക്കെ പിന്നെ വെച്ച് കെട്ടിട്ട് തൽക്കാലം താമസമാകും. പിന്നീട് കുറച്ചൊക്കെ പൈസ ഉണ്ടായാലും ചുമരെക്കും. പിന്നീട് പൈസ ഉണ്ടായാൽ പിന്നെ മേയും. അങ്ങനെയൊക്കെ പഴയ കാലത്ത്. എന്നിട്ട് പിന്നെ ആദ്യം തട്ടിടും അല്ലെ, അങ്ങനെ തട്ടിടും. പിന്നെ ഓടി മേയും. ഇങ്ങനൊക്കെ ഇങ്ങനെ അവനക്ക് സാധിക്കുന്നതനുസരിച്ച് ഇങ്ങനെ ചെയ്യാം. ഇപ്പതല്ല. ഇപ്പൊ നമ്മുടെ ഒരു വീട് പണി തുടങ്ങി അതിന്റെ എല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ അതിന് താമസാക്കുള്ളൂ. അതിന് വേണ്ടി കുറെ കടം വാങ്ങുക. എന്നിട്ട് ആളുകൾ കടം വാങ്ങിയിട്ട് ആ കടക്കാര് ചോദിക്കാൻ സമയത്ത് കൊടുക്കാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടാവുക. അങ്ങനെ പിന്നെ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുക. എന്നിട്ട് അതും കൊള്ളാൻ സാധിക്കാത്ത പിന്നെ ബ്രാൻഡ് കമ്പനിക്കാരുടെ അടുക്കൽ നിന്നൊക്കെ പൈസ വാങ്ങുക. എന്നിട്ട് പിന്നെ ഇങ്ങനെ ആകെ ഇടങ്ങറാവും ചെയ്യാം. അപ്പൊ അങ്ങനത്തെ അവസ്ഥ ഉണ്ടാകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കടം വേഗം വീട്ടി തരട്ടെ. അല്ലാഹു തആല നിങ്ങളുടെ വീട് പണി പൂർത്തിയാക്കി തരട്ടെ വേഗം. ആ പൂർത്തിയാക്കാനുള്ള ഹലാലായ സമ്പത്ത് അല്ലാഹു തആല നിങ്ങൾക്ക് നൽകട്ടെ. അതിന്റെ മാർഗങ്ങളൊക്കെ അല്ലാഹു തആല എളുപ്പമാക്കി തരട്ടെ. ആമീൻ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. കടലിൽ ഉള്ളത് മുഴുവൻ ഹലാലാണോ എന്നൊരു ചോദ്യം. കടലിലുള്ളതൊക്കെ ഹലാലാണെങ്കിലും ചില വിഷയങ്ങൾ അല്ലാഹു തആല ഹറാമാക്കിയിട്ടുണ്ട്. അതിൽപ്പെട്ടാണ് ഏത് തവള. പിന്നെ സമുദ്രത്തിനെ കുറിച്ച് ചോദിച്ച സഹാബത്തില് അപ്പൊ എന്ത് പറഞ്ഞു? തൊഹൂറുൻ മാഉഹു വഹില്ലുൻ മൈതതുഹു എന്ന് പറഞ്ഞില്ലേ. കടലത്തെ ശവക്കെ ഹലാലാണ്, അതിന്റെ വെള്ളം കടൽ വെള്ളം തൊഹൂറുമാണ്. അതൊരു ആമായ വാക്കാണ്. പക്ഷെ അതേ സമയത്ത് റസൂലുള്ളാഹി അതിൽ ചിലതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. തവള കൊല്ലൽ ഹറാമാണ്. തവളയെ കൊല്ലൽ ഹറാമാക്കിയിട്ടുണ്ട്. തവളയെ നിങ്ങൾ കൊല്ലരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നാണ് ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം തവളന്റെ കഴിക്കാൻ പാടില്ല എന്ന് എന്താ ഇപ്പൊ നേരത്തെ ചങ്ങായിക്ക് അറിയോ?
തവളയെ കൊല്ലരുത് എന്ന ഹദീസിൽ നിന്നാണ് തവളയുടെ മാംസം കഴിക്കൽ ഹറാമാണെന്ന് ഇത് ബഹുമാനപ്പെട്ട ഷാഫി ഇമാം ആ മസല കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. തവളയെ കൊല്ലരുത് കൊല്ലായിരുന്ന പോലെ കൊല്ലാതെ എങ്ങനെ തിന്നല്ലേ? തിന്നണേ കൊല്ലണ്ടേ? അപ്പൊ കൊല്ലൽ തന്നെ ഹറാമാക്കി. അപ്പൊ പിന്നെ അതിന്റെ അർത്ഥം തിന്നാൻ പാടില്ല എന്നല്ലേ എന്നാണ്. അതാണ്. അപ്പൊ തവളയെ കൊല്ലരുത് എന്ന ഹദീസിൽ നിന്ന് തവള മാംസം കഴിക്കൽ ഹറാമാണ്. പിന്നെ വേറുള്ളതിന്റെ വിഷയത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. തവളന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. മറ്റുള്ള വിഷയങ്ങളൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ. പിന്നെ സമുദ്രത്തിലെ പാമ്പ് ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതിന് വിഷമുണ്ട്, ആരോഗ്യപരമായിട്ട് വല്ല താറാറും സംഭവിക്കാൻ അതിന്റെയൊക്കെ ഹറാമാകുക എന്നല്ലാതെ അല്ലെങ്കിൽ അത് ഹറാമല്ല എന്നാണ് നല്ലൊരു വിഭാഗത്തിന്റെ അഭിപ്രായം. പിന്നെ ഈ ആമിന്റെ കാര്യത്തിലൊക്കെ ഹറാമാന്ന് പറഞ്ഞവരുണ്ട്, ഹറാമല്ല എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ അവിടെ പ്രബലമായ അഭിപ്രായം ഹറാമാണ് എന്ന് തന്നെയാണ് എന്നാൽ എന്റെ ഓർമ്മ. ഞണ്ട് കറാഹത്താണ്. പല്ലിയെ കൊല്ലുന്നത് സുന്നത്താണോ? പല്ലിയെ കൊല്ലുന്നത് സുന്നത്താണോ? പല്ലിയെ കൊന്ന കൂലുണ്ട്. സഹിഹായ ഹദീസിലാണ് പല്ലിയെ കൊന്നാല് അത് ഒറ്റയടിക്കാണ്ട് കൊല്ലുക അല്ലെ, എന്നാൽ അതിന് കൂടുതൽ പ്രതിഫലമുണ്ട്. രണ്ടാമത്തെ അടിക്ക് കൊന്നുണ്ടെങ്കിൽ അതിന്റെ നേരെ പകുതി കൂലിയെ കിട്ടുള്ളൂ. മൂന്നാമത്തെ അടിക്ക കൊന്നാൽ അതിന്റെ താഴെ കൂലി കിട്ടുള്ളൂ. ഒറ്റയടിക്ക് കൊല്ലുക. എന്താണ് അതിന്റെ ഉദ്ദേശം അല്ലെ? കൊല്ലണം, പക്ഷെ അത് ആ ജീവിയെ വല്ലാതെ അടങ്കറാക്കരുത്. 2-3 പ്രാവശ്യമൊക്കെ തച്ചു കൊല്ലുമ്പോ അതിന് കൂടുതൽ വിഷമല്ലേ? ഒറ്റയടിക്കാണ്ട് കൊന്നാലോ ആ ഒരു സെക്കൻഡ് കൊണ്ട് അതിന് പൊന്നു കഴിഞ്ഞു. അത് ഈ ദുരിതം അതിന് അനുഭവിക്കേണ്ടി വരുന്നില്ല. ആ രീതിയിൽ കൊല്ല. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. പിന്നെ എലിവർഗത്തിൽ പെട്ടതാണ് പെരിച്ചാഴി. എലിവർഗത്തിൽ പെട്ടതാണ്. എന്നെ തിന്നാൻ പാടില്ലല്ലോ. എലിവർഗത്തിൽ പെട്ടതല്ല പെരിച്ചാഴി. പെരിച്ചാഴി വർഗത്തിൽ പെട്ട തന്നെയാണ്. എലിയെ തിന്നാൻ പാടില്ല, എലിവർഗത്തിൽ പെട്ടൊന്നും തിന്നാൻ പാടില്ല എന്ന്. അതായത് ഈ വിഷയത്തിൽ ഒരു പൊതു നിയമമുണ്ട്. എന്താണ് പൊതു നിയമം കണ്ടോ? പക്ഷി വർഗത്തിൽ നിന്ന് കാലുകൊണ്ട് ഇറുക്കി പിടിക്കുന്ന ജീവികളെല്ലാം ഹറാമാണ്. അതിനൊന്നും മാംസം കഴിക്കാൻ പാടില്ല. വേറുള്ളതെല്ലാം അനുവദനീയമാണ്. പക്ഷി അതാണ് ഒരു മൊത്തത്തിൽ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. പക്ഷിവർഗത്തിൽ നിന്ന് ഏതാണ് ഹലാല്, ഏതാണ് ഹറാമ്? പിന്നെ കാലുകൊണ്ട് ഇറുക്കി പിടിക്കുന്ന ജീവികൾ. ഇപ്പൊ കാക്കൊക്കെ അങ്ങനെയാണല്ലേ? കാക്ക, തത്ത ഇതൊക്കെ അങ്ങനെയാണ്. ഈ പിന്നെ പരുന്ത് ഇങ്ങനത്തെ ജീവികളൊക്കെ അതിന്റെ കാലുകൊണ്ട് ഇറുക്കി പിടിക്കും. അപ്പൊ അങ്ങനത്തെ ജീവികളെല്ലാം ഹറാമാണ്. അങ്ങനത്തെ ജീവികളല്ലാത്ത ജീവികളൊക്കെ ഉണ്ട്, പറവകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അനുവദനീയമാണ്. കാട്ടുജീവികൾ ഉണ്ടല്ലോ അല്ലെ, ഹിംസജന്തുക്കൾ, അതിൽ നിന്ന് തേറ്റ ഉള്ളതെല്ലാം ഹറാമാണ്. തേറ്റ എന്ന് പറഞ്ഞാൽ 2 ഭാഗത്തും നല്ല കൂർത്ത പല്ല് കണ്ട് ആ പല്ല് കൊണ്ടാണ് അത് ഇര പിടിക്കുക. ഇപ്പൊ നരി പുലിയൊക്കെ അങ്ങനെയാണല്ലോ, സിംഹം അതൊക്കെ രണ്ട് സൈഡിൽ നല്ല കൂർത്ത 2 പല്ലുണ്ടാവും. ആ പല്ല് കൊണ്ടാണ് അത് പിന്നെ എന്ത് ചെയ്യുക, ആ ഉളിപ്പല്ല്, അതുകൊണ്ടാണ് അതിന്റെ ഇര പിടിക്കുക. അപ്പൊ അതാണ് ഹിംസജന്തുക്കൾ 2 സ്വഭാവം. ഒന്നുകിൽ എന്ത് ചെയ്യുക, ഒന്നുകിൽ അതിന്റെ തേറ്റ ഉള്ളതാണ്, അതല്ലെങ്കിൽ അതിന്റെ ഇരയെ അത് ചാടിപ്പിടിക്കുന്നതാണ്. അതും ഹറാമാണ്. ഇരയെ ചാടിപ്പിടിക്കുക, സിംഹം വരെയൊക്കെ അങ്ങനെയാണല്ലേ. അപ്പൊ ഇരയെ ചാടിപ്പിടിക്കുന്നതും ഹറാമാണ്. അതുപോലെ തന്നെ തേറ്റുള്ളതും ഹറാമാണ്. പിന്നെ ഈ പൂച്ചൊക്കെ ഉണ്ട്, പൂച്ചക്കുഴുണ്ട്, ഒക്കെ ഇരയെ ചാടിപ്പിടിക്കുന്ന വർഗത്തിൽപ്പെട്ടാണോ ഒക്കെ. പിന്നെ എന്താ പറഞ്ഞത്, ആനന്റെ അച്ഛൻ അതിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. ആനപ്പ് എന്താണ്, അതിന് പറ്റൂല എന്നാണ്. അതിന് തേറ്റുണ്ട് എന്നാ. ആനന്റെ തേറ്റ അതിന്റെ 2 പല്ല്, അല്ല 2 കൊമ്പ്. ആനക്കൊമ്പുണ്ടല്ലോ, അത് കൊമ്പല്ല ശരിക്കും, അതിന്റെ 2 പല്ലാണ്. ആ പല്ല് വായന്റെ ഉള്ളിൽ ഒതുങ്ങാതെ പുറത്തേക്ക് വന്നാണ് തേറ്റയാണെന്നാ. പിന്നെ അപ്പൊ പക്ഷി അല്ലേ. പിന്നെ മീൻ വളർത്തുന്നൊക്കെ പ്രത്യേകമായി ചില ഹറാമാക്കിയിട്ടുണ്ട്. അതല്ലാത്ത തവള അങ്ങനത്തെ അല്ലാത്തൊക്കെ അനുവദനീയമാണ്. വേറെയിലൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആമയാവട്ടെ മറ്റു ജീവികളിലൊക്കെ അഭിപ്രായ വ്യത്യാസമുള്ളതാണ്. ഹറാമാന്ന് പറഞ്ഞവരുണ്ട്, അല്ല ഹറാമില്ല എന്ന് പറഞ്ഞവരുണ്ട്. അപ്പം തവളന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പിന്നെ മറ്റൊരു വിഷയം, പ്രാണികളെല്ലാം ഹറാമാണ്.
എല്ലാ പ്രാണികൾ ഇഴജീവികളുണ്ടല്ലോ അല്ലെ, ഈ പ്രാണി ഇതുണ്ട്, അതെല്ലാം ഹറാമാണ്. പിന്നെ എല്ലാം ഹറാമാണ്. പിന്നെ സലീമായ ഹൃദയം, പിന്നെ നല്ലതായിട്ട് കരുതുന്നതെല്ലാം ഹലാലാണെന്ന. സലീമായ ഹൃദയം എന്ന് പറയുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുകയാണ് ബഹുമാനപ്പെട്ട ഉലമാക്കൾ അതിന് തൈനാക്കിയിട്ടുണ്ട്. അതായത് ഈ നമ്മുടെ മധ്യപൗരസ്ത്യ ദേശത്തെ മനുഷ്യന്മാര് അവരാണ് നല്ല മനുഷ്യന്മാരെന്ന് പറയല്. മറ്റേ ചിലരുണ്ട് പാമ്പിനെ തിന്നാന് അല്ലെ, പാമ്പിനെയും തിന്നും എലിനെയും തിന്നും. ഇപ്പൊ ജപ്പാൻകാരൊക്കെ മറ്റൊക്കെയാണ് അങ്ങനെ ഉണ്ട്. അങ്ങനെ ഒരു വിഭാഗമുണ്ട്. ചില ആളുകളുണ്ട് എന്ത് കണ്ടാലും ഓക്കാനം വരുവർക്ക് അല്ലെ. നമ്മുടെ ഹിന്ദുക്കളൊക്കെ അങ്ങനെയാണ്. മീനും പറഞ്ഞ അപ്പൊ തുടങ്ങും ഛർദി അങ്ങനെയല്ലോ. അപ്പൊ അതും പറ്റൂല. എന്ത് കേട്ടാലോ ഛർദിക്കാൻ വരുന്ന ടീം അതും പറ്റൂല. എന്തും തിന്നാ അങ്ങനത്തെ ടീമല്ല. ആ രണ്ടിലും കൂടി ഇടയിലുള്ള ഒരു ഇതുണ്ട് അല്ലേ. അപ്പൊ അതാണ് സലീമായ ഹൃദയം. വളരെ ആ ഹൃദയം പിന്നെ ഒരു വസ്തുവിനെ സംബന്ധിച്ച് നല്ലത് എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണെന്നും ചീത്തത് എന്ന് മനസ്സിലാക്കുന്നത് ചീത്തതാണെന്നാണ്. അപ്പൊ ഈ ജസീറത്തുൽ അറബിലുള്ള പഴയകാലം മുഴുക്കെ തന്നെ ഉള്ള അറബികള് അവർ നല്ലതായിട്ട് കണക്കാക്കിയിരുന്ന പല ജീവികളുണ്ട് അല്ലെ. അതിൽ പെട്ടാണ് മുയല്, അങ്ങനെ ഉള്ള പലതൊക്കെ അവർ വളരെ മോശമായി കണക്കാക്കിയതുണ്ട്. അതിൽപ്പെട്ടാണ് ഈ ജീവികൾ ഇങ്ങനെ ഇതൊക്കെ ഉണ്ടല്ലോ, ഞാഞ്ഞള് ഇങ്ങനെ ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ. അപ്പൊ അതാണ് പറഞ്ഞത്, അവരുടെ പ്രകൃതി മോശമായി കണക്കാക്കിയതെല്ലാം ഹറാമാണ്, അവരുടെ പ്രകൃതി നല്ലതായിട്ട് കണക്കാക്കിയതെല്ലാം എല്ലാം അനുവദനീയമാണ് എന്ന്. പിന്നെ ഉടുമ്പ് പറ്റും. ഉടുമ്പ് മാസം കഴിക്കൽ അനുവദനീയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വെച്ച് തന്നെ ബഹുമാനപ്പെട്ട സഹാബത്ത് കഴിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി എനിക്ക് വേണ്ടെങ്കിൽ തിന്നോളി പറഞ്ഞു. എനിക്ക് വേണ്ടെങ്കിൽ നിന്നോട് റസൂലുള്ളാഹിക്ക് തീർപ്പമില്ല, നിങ്ങൾ തിന്നോളി ആണല്ലോ അല്ലെ. അപ്പൊ അതാണ് അത് ഹലാലുമാണ് മനസ്സിലായല്ലോ. അപ്പൊ ഇനി കുറെ ഉണ്ട്. അതിന് നമുക്ക് ഇൻഷാ അല്ലാഹ് കുറച്ചൊന്നല്ല, ഒരുപാടുണ്ട്. അപ്പൊ നമുക്ക് ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയത്ത് നാളെ ആവാം ഇൻഷാ അല്ലാഹ്. ഇതുവരേക്കും പറഞ്ഞതും ചോദിച്ചതും കേട്ടതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹുവിന്റെ ദീനിനുള്ള ഒരു എളിയ ഖിദ്മത്തായി ഇത് അല്ലാഹു സ്വീകരിക്കുകയും ഇതിന് വലിയ പ്രതിഫലം അല്ലാഹു നാളെ ആഖിറത്തിൽ നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അവന്റെ അടിയാറുകളെ കുറിച്ച് അല്ലാഹു നന്മയും നമ്മോട് ബന്ധപ്പെട്ടവരൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ. ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടവരും നമ്മളെല്ലാവരെയും, നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യ സന്താനങ്ങളെയും സഹോദര സഹോദരിമാരെയും കൂട്ടുകുടുംബങ്ങളെയും അയൽവാസികൾ, സ്നേഹിതന്മാർ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് നൽകിയവർ, നമ്മെ സഹായിച്ചവർ, നമ്മുടെ മേൽ ഹഖുള്ളവർ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി തരട്ടെ.